Hi dears, welcome back again and again. It's me SVK from Emma Solution. ഇനി എന്തിനാ വേറെ സൊല്യൂഷൻ മക്കളെ, നമ്മളെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മളെ ഓണം എക്സാം ഇല്ലേ, അതായത് നാളെ സോഷ്യൽ സയൻസിന്റെ എക്സാം ആണ്. നിങ്ങൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മളെ പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ഉള്ള ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ടാണെന്നുള്ള ഉത്തമ ബോധത്തോട് കൂടിയിട്ടാണ് സാറ് ക്ലാസ് എടുക്കുന്നത്. എല്ലാ ദിവസവും സാധാരണ പറയുന്നത് പോലെ ക്ലാസ് തുടങ്ങുമ്പോൾ നമ്മളെ ലൈവ് ഒന്ന് അല്ലെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം എന്നൊക്കെ നിങ്ങളോട് പല ആളുകളോടും പറയാറുണ്ട് അല്ലേ. ഇന്ന് സാർ അതൊന്നും പറയുന്നില്ല. ആദ്യം സാർ എന്ത് ചെയ്യുന്നു, ക്വസ്റ്റ്യൻസും ആൻസറും പറഞ്ഞു തരുന്നു. അത് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, സാറിന്റെ ക്ലാസ് ഇന്ന് നമ്മളെ സോഷ്യൽ സയൻസിന്റെ ഷനൂബ് സാറും മേഡി സാറും ഞങ്ങൾ എല്ലാവരും എടുക്കുന്നുണ്ട്. ഈ ഒരു ക്ലാസ് നിങ്ങൾ ലൈക്ക് ചെയ്താൽ മതി. അല്ലാതെ പെട്ടെന്ന് ഞാൻ ഒരിക്കലും നിങ്ങളോട് എന്ത് പറയുന്നില്ല, ലൈക്ക് ചെയ്യാൻ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ സാറിന്റെ മക്കൾ ഓരോ ക്വസ്റ്റ്യനും കണ്ണും കാതും കൂർപ്പിച്ച് നോക്കിക്കോ. നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും എന്നല്ല പറയുന്നത്, കണ്ടിരിക്കും. ഓക്കെ ആണല്ലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയടാ. ഹൗ ഡിഡ് റിനൈസൻസ് ഹിസ്റ്റോറിയോഗ്രഫി ചേഞ്ച്? നവോത്ഥാന ചരിത്രരചനയിൽ വന്ന മാറ്റം എന്താണ്, അല്ലെങ്കിൽ നവോത്ഥാന കാലഘട്ടത്തിലെ ചരിത്രരചന എങ്ങനെ മാറിയത് അല്ലേ? നമുക്കറിയാം പണ്ടത്തെ കാലഘട്ടങ്ങളിലൊക്കെ ചരിത്രരചനയിലൊക്കെ ആരെ കുറിച്ചാണ് എഴുതിയിട്ടുണ്ടായിരുന്നത് അല്ലേ? ദൈവത്തെക്കുറിച്ച്, അതായത് ഡിവൈൻ ഓറിയന്റഡ് ആയിരുന്നു, ദൈവ കേന്ദ്രീകൃതമായിരുന്നു. ബട്ട് നവോത്ഥാനം ഉണ്ടായപ്പോഴോ എല്ലാ ചരിത്ര സംഭവങ്ങളും ആരുമായി ബന്ധിപ്പിച്ച് എഴുതാൻ തുടങ്ങി, ഹ്യൂമൻസ് അല്ലേ, മനുഷ്യനുമായി ബന്ധിപ്പിച്ച് എഴുതാൻ തുടങ്ങി അല്ലേ. അതായത് നവോത്ഥാന കാലഘട്ടത്തിലെ ചരിത്രരചനയിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷിഫ്റ്റഡ് ഫ്രം ഗോഡ് സെന്റേഡ് ടു ഹ്യൂമൻ സെന്റേഡ്. കണ്ടോ, മനുഷ്യ ദൈവ കേന്ദ്രിതമായതിൽ നിന്നും മനുഷ്യ കേന്ദ്രീകൃതമായതിലേക്ക് മാറി. ഇതാണ് ഫസ്റ്റ് കേട്ടോ. അതേപോലെ തന്നെ അന്നത്തെ കാലഘട്ടത്തിൽ പുരാവസ്തുക്കൾക്ക് പുരാവസ്തു കാര്യങ്ങളായിട്ടുള്ളതിനൊക്കെ എന്ത് കൊടുത്തു, കൂടുതൽ തെളിവുകളായിട്ട് ഉപയോഗിച്ചു എന്നുള്ളൊരു സംഭവം. അതായത് ഇപ്പോൾ ഞാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തെങ്കിലും സംഭവം പണ്ടത്തെ കാലഘട്ടത്തെ കുറിച്ച് എഴുതുമ്പോൾ അതിന് തെളിവ് വേണം. ആ തെളിവ് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ആർക്കിയോളജിക്കൽ എവിഡൻസ്, പുരാവസ്തു തെളിവുകൾ. അപ്പം ഇങ്ങനെ പറയാം, ഈ ഗേവ് ഇമ്പോർട്ടൻസ് ടു ആർക്കിയോളജിക്കൽ എവിഡൻസ്. പുരാവസ്തു തെളിവുകൾക്ക് എന്ത് ലഭിച്ചു, പ്രാധാന്യം ലഭിച്ചു. ഇത്ര മാത്രം ഇവിടെ പറഞ്ഞാൽ മതി. എടാ ഇതെന്തായാലും SSLC ഓണം എക്സാം 2026 നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 മാർക്കിനോ 3 മാർക്കിനോ എൻ്റെ മക്കൾക്ക് ഉറപ്പായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും കേട്ടോ. ഇനി എൻ്റെ മക്കളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഇന്ന് രാത്രി നമ്മളെ ലൈവ് ഉണ്ട് അല്ലേ. ഇന്ന് രാത്രി കൃത്യം 7:30 നമ്മളെ പ്രഡിക്ഷൻ ലൈവും അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷുവർ ക്വസ്റ്റ്യൻസ് ഒക്കെ സാർ എന്ത് ചെയ്തിരുന്നുണ്ട്, അവിടെ പറഞ്ഞു തരുന്നുണ്ട്. ഞാനടക്കമുള്ള ഷനൂബ് സാർ മേഡി സാറൊക്കെ വരുന്നുണ്ട്. എൻ്റെ മക്കൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം അറിയോ, നമ്മളെ ഇന്ന് രാത്രിക്കത്തെ ലൈവ് എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അതിൻ്റെ ലിങ്ക് എന്ത് ചെയ്തിട്ടുണ്ട്, താഴെ തന്നിട്ടുണ്ട്. മാക്സിമം ആൾക്കാർ, എല്ലാ ആൾക്കാരും എന്ത് ചെയ്യണം, അത് ലൈക്ക് ചെയ്യണം. കാരണം കഴിഞ്ഞ ഇംഗ്ലീഷിൻ്റെ എക്സാമുകൾ അതേപോലെ കെമിസ്ട്രീൻ്റെ എക്സാമുകൾ, ഈ പറയപ്പെട്ട എല്ലാ എക്സാമുകളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, തൂക്കിയെടുത്തിട്ടുണ്ട്, ഹിന്ദി അടക്കം അല്ലേ. അതേപോലെ തന്നെ നാളെ പുതുചരിത്രം സൃഷ്ടിക്കാൻ പോവുകയാണ്. എന്ത് മാത്രമാണ്, ഓണം എക്സാം നമ്മൾ പൊളിച്ചെടുക്കാൻ പോവുകയാണ്. എന്ത് വന്ന് പറഞ്ഞാലും വേണ്ടിയില്ല, ഒറ്റ കാര്യം സാറ് പറയാണ്, പ്രഡിക്ഷൻ. അത് സാറ് കലക്കിയിരിക്കും. ഞങ്ങളെ ടീം തന്നെ എന്ത് ചെയ്തിട്ടുണ്ടാവും, സെറ്റാക്കിയിട്ടുണ്ടാവും. അത് നിങ്ങൾ ഉറപ്പിച്ചു വെച്ചോ. അതുകൊണ്ട് തന്നെ സാറ് പറയാണ്, എന്ത് വന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പൊ തന്നെ വേഗം പോയിട്ട് സാറിന്റെ ഇന്നത്തെ ഞങ്ങളെ ലൈവ് എന്ത് ചെയ്യണം, നിങ്ങൾ മാക്സിമം ലൈക്ക് ചെയ്യണം. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ആ ലൈക്കൊക്കെ കാണുമ്പോൾ സാർമാർക്കൊക്കെ ക്ലാസ് എടുക്കാനൊരു പ്രത്യേക ആവേശം ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ആദ്യം ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഇനി അടുത്തായിട്ട് പറയണ നോക്കി, എക്സ്പ്ലെയിൻ ദ ഇക്കണോമിക് ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്ഡ് ഇറ്റാലിയൻ സിറ്റീസ് ബിക്കം ദ സെന്റർ ഓഫ് റിനൈസൻസ്. നവോത്ഥാനത്തിന്റെ കേന്ദ്രമായി മാറിയത് ഇറ്റലിയിലെ നഗരങ്ങളാണ്. കാരണം നമുക്കറിയാം റിനൈസൻസ് ഉണ്ടായത് ഏത് രാജ്യത്താണ്, ഇറ്റലിയിൽ. ചിലപ്പോൾ 1 മാർക്കൊക്കെ ചോദിക്കൂട്ടോ, നവോത്ഥാനം ഉണ്ടായത് എവിടെയാണ്, ഇറ്റലിയിലാണ്. എന്തുകൊണ്ട് ഇല്ലേ? ആ ഒരു ക്വസ്റ്റ്യൻ മക്കൾ ഉറപ്പായിട്ട് എന്തേക്കാരം, എസ്സേ. അതായത് ഈ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എസ്സേക്കും ഉപകരിക്കും. വൈ റിനൈസൻസ് ഇൻ ഇറ്റലി, നവോത്ഥാനം എന്തുകൊണ്ട് ഇറ്റലിയിൽ എന്നൊരു ക്വസ്റ്റ്യൻ 5 മാർക്കിന് എന്തായാലും എക്സാമിന് ചോദിക്കും. ഇനി അങ്ങനെ അത് ചോദിച്ചിട്ടില്ല എന്ന് വെച്ചോ, അത് ചോദിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു ഈ പഠിച്ച ഭാഗങ്ങൾ എന്തായാലും എന്ത് ചെയ്യില്ല, നിങ്ങൾക്ക് അതൊരു ടെൻഷനായിട്ട് മാറൂല. അല്ലെങ്കിൽ പഠിച്ചത് വേസ്റ്റ് ആയിക്കണം നിങ്ങൾക്ക് ഒരിക്കലും തോന്നൂല. കാരണം എന്താ അറിയോ, എടാ ഈ 5 മാർക്കിന്റെ എസ്സേ പഠിക്കുമ്പോൾ അതിൽ 2 മാർക്കിന്റെയും 3 മാർക്കിന്റെയും കുറെ ടോപ്പിക് ഉണ്ട്. ക്രുസാഡ്സ്, പ്ലാഗ്, അങ്ങനത്തെ ഒക്കെ അല്ലേ. അതൊക്കെ പഠിച്ചു വെച്ച് പോവുക. കാരണം ബ്ലാക്ക് ഡെത്ത് ഒക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും, എക്സാമിന് ചോദിക്കും 2 മാർക്കിനൊക്കെ. അപ്പൊ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, നവോത്ഥാനത്തിന്റെ കേന്ദ്രമായി മാറാൻ ഇറ്റലി എന്തുകൊണ്ടാണ് അങ്ങനെ മാറിയത് എന്നാ ചോദിച്ചല്ലേ. നമുക്കറിയാം ഇറ്റലിയിലെ നഗരങ്ങളൊക്കെ എന്താണ്, ഇൻഡിപെൻഡന്റ് ആണ്, വെൽത്തിയാണ് അല്ലേ, നല്ല സ്വതന്ത്ര
സമൃദ്ധവും സമ്പന്നമായിട്ടുള്ള നഗരങ്ങളാണുള്ളത്. അതേപോലെ തന്നെ അവിടുത്തെ വ്യാപാരികൾക്ക് അല്ലേ, ട്രേഡേഴ്സ് ഇൻ ദി സിറ്റീസ് അല്ലേ, ഇറ്റലിയിലെ നഗരങ്ങളിലെ വ്യാപാരികൾക്ക് എന്തുണ്ട്, ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് അല്ലേ, ബാങ്കിങ്ങിനെ കുറിച്ചും ഇൻഷുറൻസിനെ കുറിച്ചും അറിവുണ്ട്. മാത്രമല്ല എന്തോ ഒരു ബുക്ക് എന്തോ എഴുതി വെക്കുന്ന ഒരു പരിപാടി ഇല്ലേനോ അല്ലേ, എന്താണ് ബുക്ക് കീപ്പിംഗ്. അതൊക്കെ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഇനി ഇതോടൊപ്പം ഒരു കാര്യം കൂടി സാർ പറയട്ടെ, അത് പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് എന്ത് ചെയ്യുക അറിയോ, അത് നിങ്ങൾ അതിനെ കുറിച്ചുള്ള ആ ഒരു വാല്യൂ നിങ്ങൾ മനസ്സിലാക്കൂല. കഴിഞ്ഞ വർഷം ഉണ്ടല്ലോ ഏകദേശം 3 ലക്ഷത്തിനടുത്ത് അല്ലേ, 2,58,000 കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളെ ലൈവ് കണ്ടിട്ടുണ്ട്. ഇപ്രാവശ്യം അത് മറികടക്കാനുള്ള ട്രിക്കുകളുമായിട്ടാണ് ഞാൻ അടക്കമുള്ള സോഷ്യൽ സയൻസിന്റെ മുഴുവൻ ടീച്ചേഴ്സും വന്നിട്ടുള്ളത്. അതിനുള്ള പഠിപ്പ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും എല്ലാ ദിവസവും ഞങ്ങൾ എന്ത് ചെയ്യാണ്, SSLCന്റെ ലൈവ് എങ്ങനെ സെറ്റാക്കാം, കുട്ടികളെ പേപ്പർ എങ്ങനെ സെറ്റാക്കാം ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ട് ഇന്നത്തെ രാത്രിക്കത്തെ ലൈവിൽ വരണം കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിട്ടോ, കമ്പയർ സ്കോളാർട്ടിസിസം ആൻഡ് ഹ്യൂമനിസം. ഈ ഒരു ക്വസ്റ്റ്യൻ പഠിച്ച് നിങ്ങൾക്ക് 2 മാർക്ക് അവിടെ 2 ടോപ്പിക് നിങ്ങൾക്ക് അവിടെ സിമ്പിൾ ആയിട്ട് കിട്ടും. ഒന്ന് ഹ്യൂമനിസം എന്താണെന്നുള്ളതും 2 സ്കോളാർട്ടിസിസം എന്താണെന്നുള്ളതും. നമുക്കറിയാം സ്കോളാർട്ടിസിസം അല്ലേ, കുറേ മതങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മതമാണ് ക്രിസ്തു മതം അല്ലേ. ഈ ക്രിസ്തു മതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ഇത് സ്കോളാർട്ടിസം. അപ്പോൾ എന്താണ് സ്കോളാർട്ടിസം ചോദിച്ചാൽ നിങ്ങൾ പറയാം, ഇറ്റ് ഈസ് എ ക്രിസ്ത്യൻ ഫിലോസഫി. അതൊരു ക്രിസ്തു മതത്തിലെ തത്വശാസ്ത്രമാണ്. ഏത് മതമായാലും പ്രാധാന്യം കൊടുക്കുന്നതിനാണ് ഡിവൈൻ, ദൈവത്തിനാണ്. അതേപോലെ ആഫ്റ്റർ ലൈഫ്, മരണാനന്തര ജീവിതത്തിനാണ്. അപ്പോൾ നിങ്ങൾ സ്കോളാർട്ടിസം നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, സാറിന്റെ മക്കൾ പഠിച്ചിട്ട് പോകണം. എന്തായാലും ആ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, ഇന്ന മക്കൾക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. കിട്ടിയോ? ഇതിന്റെയൊക്കെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ആണെങ്കിൽ രാത്രിക്കത്തെ ലൈവിൽ വന്നോ, ഉറപ്പായിട്ടും അത് കൃത്യം വ്യക്തതയോട് കൂടിയിട്ട് ഒരു സ്പീഡും ഇല്ലാതെ അടിപൊളിയായിട്ട് എന്ത് ചെയ്തു തരും, സാർമാർ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, സ്റ്റേറ്റ് ദ പ്രൊമിനന്റ് ഫീച്ചേഴ്സ് ഓഫ് റിനൈസൻസ് പെയിന്റിംഗ്. അതായത് SSLC മോഡൽ എക്സാം 2025 ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട essay ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. കിട്ടിയോ? അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതൊരു 4 മാർക്കിനോ അല്ലെങ്കിൽ 3 മാർക്കിനോ 5 മാർക്കിനോ ഈ എക്സാമിന് എൻ്റെ മക്കൾക്ക് പ്രതീക്ഷിക്കുക. നവോത്ഥാന കാലഘട്ടത്തിലെ ചിത്രകല, പെയിന്റിങ്, അതിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്, ആരൊക്കെയാണ് അന്നത്തെ പ്രധാനപ്പെട്ട പെയിന്റേഴ്സ് അല്ലേ, അങ്ങനെയൊക്കെ എന്തുണ്ടാവും എക്സാമിന് ചോദിക്കും അല്ലേ. നമുക്കറിയാം പെയിന്റേഴ്സ് ആരൊക്കെയാണ്, ജിയോട്ടോ, മസാച്ചിയോ, ലിയാനാർഡോ ഡാവിഞ്ചി, മൈക്കൽ ആഞ്ചലോ. കണ്ടോ, ഈ ചിത്രം ആലോചിച്ചാൽ തന്നെ കിട്ടും. ഇതിന് ട്രിക്കൊക്കെ പറഞ്ഞു. അംബാനിന്റെ സിമ്മ് ജിയോ സിമ്മ്, പമ്പിന്റെ പേര് ജിയോ പമ്പ്, ഓട്ടോ ജിയോട്ടോ അല്ലേ, അത് പറഞ്ഞു. മസാച്ചിയോ, ഇതിനേക്കാൾ വലിയ ട്രിക്കുകളൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്ന് രാത്രി സാറെന്ത് ചെയ്യും, പൊട്ടിക്കും, ഉറപ്പാ. എല്ലാവരും വന്നുകൊണ്ട് കിടിലം അല്ലേ. അപ്പൊ ഇത് ഓരോ പേരുകൾ എഴുതുക, എന്നിട്ട് ഓല് രചിച്ച വർക്കുകളൊക്കെ എഴുതുക അല്ലേ. ഇപ്പൊ ലാസ്റ്റ് സപ്പർ മൊണാലിസ ആര് രചിച്ചതാണ്, ലിയാനാർഡോ ഡാവിഞ്ചി. ഇതിൽ ഞാനൊരു പോയിന്റ് നോട്ട് ചെയ്യാൻ പറയട്ടെടാ. ലിയാനാർഡോ ഡാവിഞ്ചിയെ കുറിച്ച് ചിലപ്പോൾ 2 മാർക്കിന് ചോദിക്കും. അയാളെ വർക്കിന്റെ പേരെന്താ, അപ്പൊ പറഞ്ഞു കൊടുക്കുക, ലാസ്റ്റ് സപ്പർ ആൻഡ് മൊണാലിസ ആർ ദ ഫേമസ് വർക്ക് ഓഫ് ലിയാനാർഡോ ഡാവിഞ്ചി അല്ലേ. ഡാവിഞ്ചിന്റെ പ്രധാനപ്പെട്ട വർക്കാണ് മൊണാലിസ, അതേപോലെ തന്നെ അന്ത്യത്തായ്. ഇത് രണ്ടിന്റെ മക്കൾ എന്ത് ചെയ്യുക, പറഞ്ഞു കൊടുക്കുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് എന്ത് ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ട് ഉഷാറാക്കിയിട്ട് പറഞ്ഞു കൊടുക്കുക കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരും. നോക്കി ഡിസ്കസ് ഹൗ ദ ആർട്ട് ഓഫ് സ്കൾപ്ചർ ചേഞ്ച് ഡ്യൂറിംഗ് ദ റിനൈസൻസ് വിത്ത് റെഫറൻസ് ടു ഡൊണാഡെല്ലോ ആൻഡ് മൈക്കൽ ആഞ്ചലോ അല്ലേ. ഡൊണാഡെല്ലോനെയും മൈക്കൽ ആഞ്ചലോനെയൊക്കെ ഉദാഹരിച്ചിട്ട് നവോത്ഥാന കാലഘട്ടത്തിലെ ശില്പകലയെ കുറിച്ച് ചെയ്ത അല്ലേ. നമ്മൾ എന്ത് ചെയ്യുക, അപ്പോൾ ഡൊണാഡെല്ലോനെ പറയാം, ആളുണ്ടാക്കിയ 2 ശില്പങ്ങൾ, ഇതേപോലെ മൈക്കൽ ആഞ്ചലോ ഉണ്ടാക്കിയതും ഏതൊക്കെ സ്റ്റൈലുണ്ട്, അതിന് ഗോതിക് സ്റ്റൈലും ഗ്രെക്കോ റോമൻ സ്റ്റൈലൊക്കെ അല്ലേ. അത് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, അവിടെ പറഞ്ഞു കൊടുത്താൽ മതി. ഈ ഒരു ക്വസ്റ്റ്യൻ എൻ്റെ മക്കൾക്ക് എന്തായാലും എന്ത് ചെയ്യുക, ഒരു 3 മാർക്കിന് ഫസ്റ്റ് ചാപ്റ്റർ നിന്ന് ചോദിക്കും. അപ്പം നമ്മൾ ചോദിക്കും, സാറേ ഫസ്റ്റ് ചാപ്റ്റർ നിന്ന് ടോട്ടൽ എത്ര മാർക്കിന് ചോദിക്കും, ചുരുങ്ങിയത് ഒരു 18 മാർക്കിൻ്റെ 15 മാർക്കിൻ്റെ അടിയിലാണ് ഫസ്റ്റ് ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ആകെ 6 ടോപ്പിക് അല്ലേ, 6 ടോപ്പിക് എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യണം, ടച്ച് ചെയ്ത് പോയേ പറ്റൂ. ഇനിയോ, മെൻഷൻ ദ ഫേമസ് ആർക്കിടെക്ചറൽ മാർവൽ ഓഫ് ദ റിനൈസൻസ് ആൻഡ് ദെയർ ക്രിയേറ്റേഴ്സ് അല്ലേ. നവോത്ഥാന കാലഘട്ടത്തിലെ പ്രശസ്തമായ വസ്തുവിദ്യ നിർമ്മിതികളും അവയുടെ ശില്പികളെയും കുറിച്ച് ചെയ്ത അല്ലേ. അത് ഈ വസ്തുവിദ്യ മനസ്സിലല്ലേ, കുറെ ബിൽഡിങ്ങുകൾ, അന്നിൻ്റെയൊക്കെ 2 ബിൽഡിംഗ് ആണ്, ഒന്ന് കത്തീഡ്രല്, ഒന്ന് സെന്റ് പീറ്റേഴ്സ് ബാസിലിക്ക. ഇത് ആരൊക്കെ ഉണ്ടാക്കിയത് അല്ലേ. ആ പേര് ഇതൊക്കെ പഠിക്കാണ്ടല്ലോ, ഒരു കിടിലൻ ട്രിക്കൊക്കെ ഉണ്ട് കേട്ടോ. ഉഷാറാണ്. ലൈവിൽ വന്ന മക്കളെ പൊളിച്ചടുക്കും നമ്മളവിടെ കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, വാട്ട് വേർ ദ ഡിസ്റ്റിങ് ഫീച്ചേഴ്സ് ഓഫ് റിനൈസൻസ് ലിറ്ററേച്ചർ. ഈ ക്വസ്റ്റ്യൻ്റെ ഇമ്പോർട്ടൻസും ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കും എന്നുള്ളത് പറയണമെന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് സാർ എന്ത് ചെയ്താൽ അറിയോ, ഇൻ്റെ മക്കൾക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞുതരാം കേട്ടോ. അതായത് നമ്മളെ ഓണം എക്സാമുമായി ബന്ധപ്പെട്ടിട്ട് എൻ്റെ മക്കൾക്ക് പല ആൾക്കാർക്കും ഷോർട്സ് നോട്ട്, മെറ്റീരിയൽ, ഇങ്ങനത്തെ പല സംഭവങ്ങളും വേണ്ടി വരും. നല്ല നല്ല വീഡിയോ ക്ലാസ്സുകളൊക്കെ വേണ്ടി വരും. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാനുള്ള ഒരു പ്രധാനപ്പെട്ട സോഴ്സാണ് നമ്മളെ MS സൊല്യൂഷൻ്റെ കമ്മ്യൂണിറ്റി ചാനൽ. ഇതിൻ്റെ മാക്സിമം മക്കളെല്ലാവരും എന്ത് ചെയ്യണം അറിയോ, നമ്മളെ കമ്മ്യൂണിറ്റി
ചാനലിൽ ജോയിൻ ചെയ്യണം. എന്നാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ, നമ്മളെ പ്രധാനപ്പെട്ട ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അതിന്റെ ലിങ്ക് താഴെ തന്നിട്ടുണ്ടടാ. ജസ്റ്റ് അതിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് അപ്പൊ നേരെ വാട്സപ്പിൽ പോകും. അവിടെ ഉണ്ടാവും ഫോളോ ചാനൽ. അതെന്ത് ചെയ്യുക, ജസ്റ്റ് ഫോളോ ചെയ്ത് വെക്കുക. ഇല്ലെങ്കിൽ എന്ത് ചെയ്യൂല, നിങ്ങൾക്ക് ആ ചാനലിൽ വരുന്ന വാർത്തകളൊന്നും കിട്ടൂല. മാക്സിമം മക്കൾ എന്ത് ചെയ്യണം, അതിൽ ജോയിൻ ചെയ്യണം. പിന്നെ ഇപ്പൊ ഫ്രീഡം ഓഫറൊക്കെ നമ്മൾ MS സൊല്യൂഷനിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അതിന്റെ കൂടെ തന്നെ ഞാൻ പറയാം, ഓണം എക്സാമിന്റെ ഒരു സ്പെഷ്യൽ ബാച്ച് ഉണ്ട്, വെറും 699 ഉള്ളൂ. ഇതിനെ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് എക്സാമിനുള്ള മുഴുവൻ മെറ്റീരിയലുകളും ക്വസ്റ്റ്യൻ പേപ്പറുകളും ക്ലാസ്സുകളും പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻസും ഒക്കെ കിട്ടും. 699 ഉള്ളൂ. പഠിക്കാൻ ആഗ്രഹമുണ്ടോ, കളിയാക്കുന്നവന്റെയും അതേപോലെ തന്നെ നമ്മളെ പുറം തള്ളി പറയുന്ന ആൾക്കാരൊക്കെ മുന്നിൽ ഒരു ദിവസമെങ്കിലും ഒന്ന് നെഞ്ഞു വിരിച്ച് നിൽക്കാനുള്ള താല്പര്യമുണ്ട് മക്കളെ, എഴുതി വെച്ചോ, മനസ്സിൽ വെച്ചോ. ഇപ്പൊ തന്നെ എന്ത് ചെയ്ത, ക്ലാസ് കഴിഞ്ഞ് പോയിട്ട് ഉപ്പാനോടോ ഉമ്മാനോടോ പറഞ്ഞോ, ഉമ്മ ഉപ്പ ഒരു 699 രൂപ എനിക്ക് ഈ കഴിഞ്ഞ ഓണം എക്സാമിൽ ഇനി വരുന്ന എക്സാമുകളിലെങ്കിലും എനിക്ക് നല്ല മാർക്ക് വാങ്ങണം. ഉമ്മിപ്പൊക്കെ മീറ്റിങ്ങിന് വരുമ്പോൾ ഒരു പക്ഷേ ആ ക്ലാസ്സിലെ ടോപ്പറായിട്ട് എന്നെ കാണണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു 699 രൂപ ഞാൻ എന്ത് ചെയ്യുക, MS സൊല്യൂഷന്റെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ബാച്ചിൽ ജോയിൻ ചെയ്തോ, നിങ്ങളെ കാര്യം ഞങ്ങൾ ഏറ്റെടുക്കടാ, അടിപൊളിയായിട്ട് നിങ്ങളെ പഠിപ്പിക്കും. ഇതിനേക്കാൾ കൂടുതൽ എക്സ്പ്ലനേഷനും ഇതിനേക്കാൾ കൂടുതൽ രസകരമായിട്ടും ഒരു ടെൻഷൻ ഇല്ലാതെയും നിങ്ങളെ പഠിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാ. മാത്രമല്ല എക്സാമിന് മുമ്പ് ഒരു 3 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ തരും. അത് മാത്രം ചെയ്തു പോയാൽ മതി, എന്നാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം മാർക്ക് കിട്ടും. കാരണം ഒരു 3 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ പറഞ്ഞാൽ ചുരുങ്ങിയത് 60 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇതൊക്കെ എൻ്റെ മക്കൾ എന്ത് ചെയ്യണം, ജസ്റ്റ് മനസ്സിലാക്കി വെക്കണം. ഇനി ഒരു ഫ്രീഡം ഓഫർ ഉണ്ട്, അറിഞ്ഞിട്ടുണ്ടോ? നമ്മൾ MS സൊല്യൂഷന്റെ പ്രീമിയം ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനടാ 1947 രൂപ മാത്രം കുറച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. അതായത് നമ്മുടെ പ്രീമിയം ബാച്ചിന്റെ പൈസ 6499 ഇതിന്ന് 1947, ഏകദേശം 2000 രൂപ കുറച്ച് തരും. അതായത് 3 ദിവസം ഇതിന്റെ ഓഫർ ഉള്ളൂ, ഓഗസ്റ്റ് 15, 16, 17. ഇന്ന് അവസാന ദിവസമാണ് മക്കളെ. മാക്സിമം ആൾക്കാർ ജോയിൻ ചെയ്തോ. എത്ര കുട്ടികളാണ് അറിയാം, കഴിഞ്ഞ ലൈവിൽ മാരത്തോൺ ലൈവ് ഞാൻ എടുത്തതിന് ശേഷം എനിക്ക് വിളിച്ചതറിയോ. എല്ലാ ആൾക്കാരും മാക്സിമം ജോയിൻ ചെയ്തോ. അതിന്റെ നമ്പറാണ് ഇവിടെ തന്നിട്ടുള്ളത്, 7902 400 800. അല്ലെങ്കിൽ ഇനി അങ്ങനെയല്ല, എനിക്ക് SDK ത്രൂ തന്നെ എടുക്കണം എന്നുള്ളൊരു ആഗ്രഹമുള്ള ചില കുട്ടികളുണ്ടെങ്കിൽ 8606849306 ഈ നമ്പറിൽ വിളിച്ചോ, മെസ്സേജ് അയച്ചോ. സാറിൻ്റെ കൂടെ സാർ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഇതിൻ്റെ ഇടയിൽ സാറ് നാളത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞു ചോദിച്ചിട്ട് വിളിക്കണ്ട. അത് ഞാൻ ഇവിടെ പറയുന്നത് തന്നെ അവിടെയും പറഞ്ഞു തരുള്ളൂ. കാരണം അത്രയും വിഷ്വലൈസ് ചെയ്തിട്ട് അത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, സാറിന്ന് ഈ ക്വസ്റ്റ്യൻസ് മുഴുവൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ സാറിൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ആ കാര്യങ്ങൾ നിർബന്ധമായിട്ടും മനസ്സിലാക്കി വെക്കുക കേട്ടോ. നോക്കി, ഇനിയുള്ളത് എന്താ, നവോത്ഥാന കാലഘട്ടത്തിലെ സാഹിത്യത്തിന്റെ സവിശേഷതകൾ നമുക്കറിയാം അല്ലേ. അന്നത്തെ ആൾക്കാരൊക്കെ ഇൻഡിവിജ്വൽ ഫ്രീഡത്തിനും അല്ലെങ്കിൽ ലിബർട്ടിക്കും സെക്യുലർ വാല്യൂസ് അല്ലേ, വ്യക്തി സ്വാതന്ത്ര്യത്തിനും ലൗകിക മൂല്യങ്ങൾക്കും മതേതരത്വത്തിനൊക്കെയാണ് പ്രാധാന്യം കൊടുത്തത്. സ്കോളാർട്ടിസത്തെ എതിർത്തു. അതേപോലെ തന്നെ റീജിയണൽ ലാംഗ്വേജ്, പ്രാദേശിക ഭാഷകളിലൊക്കെ എഴുതിയത്. അന്ന് പ്രോസ് ലിറ്ററേച്ചറിന് പ്രാധാന്യം കിട്ടി. അതില്ലേ, അതിൻ്റെ മക്കൾ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ട് മനസ്സിലാക്കുക. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി, ചിലപ്പോൾ ഉണ്ടല്ലോ സാഹിത്യത്തെക്കുറിച്ച് അങ്ങനെ സവിശേഷതകൾ മാത്രമാവില്ല ചോദിക്കുക. ചിലപ്പോൾ സാഹിത്യകാരന്മാരെ പേര് തരും, ഓലെ വർക്ക് ചെയ്താൽ പറയും. അതുകൊണ്ടാണ് നോക്കി, മാച്ച് ദ ഫോളോവിങ് റിനൈസൻസ് റൈറ്റേഴ്സ് വിത്ത് ദെയർ ഫേമസ് വർക്ക്, ദാന്തെ, പെട്രാർക്ക്, ബൊക്കാച്ചിയോ, മാക്കിയവെല്ലി. ഈ 4 ആൾക്കാരുടെയും എന്ത് ചെയ്യുക, അവർ ചെയ്ത വർക്കുകൾ വെച്ചിട്ട് ഓലെ യോജിപ്പിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ പേരേ തന്നിട്ടുള്ളൂ, ഞാൻ അവരെ വർക്കുകൾ എഴുതാണ് അല്ലേ. ദാന്തിൻ്റെ വർക്ക് ചെയ്ത് ഡിവൈൻ കോമഡി, അയാളുടെ ജീവിതം തന്നെ ഒരു കോമഡി ആണല്ലോ അല്ലേ. പെട്രാർക്ക് എന്താ, പ്രണയഗാനങ്ങളൊക്കെ എഴുതിയത്. ഡോറക്കല്ല ലോറക്ക്, ലാറ്റിൻ ഭാഷയിലൊക്കെ എഴുതി എന്നൊക്കെ പറഞ്ഞു. ഇതിനൊക്കെ ട്രിക്കുകൾ ഉണ്ട് കേട്ടോ മക്കളെ, നമുക്ക് പൊളിച്ചെടുക്കുന്നത്. ഓക്കെ, ബൊക്ക ഡക്ക ഉണ്ടോ, ബൊക്കാച്ചിയോ, ഡെക്കാമറോൺ, മാക്കിവെല്ലി, വല്യമ്മ അല്ലേ, അല്ലെങ്കിൽ വല്യമ്മ അമ്മ അല്ലേ. വീട്ടിൽ പ്രായമുള്ള ആൾക്കാരൊക്കെ നമുക്ക് രാജകുമാരിയെ പോലെയൊക്കെ പ്രിൻസസ്, ആ S വെട്ടി വെക്കും, അപ്പൊ കിട്ടി പ്രിൻസ്. ഇനി ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ദാന്തേനെയും മാക്കിവെല്ലിനും നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, പഠിക്കണം. അത്രയും കാര്യങ്ങളാണ് സാർ എന്ത് ചെയ്യുന്നത് അവിടെ പറയുന്നത്. ഇവിടെ നോക്കി, ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോളിട്ടോ. ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ബ്രീഫ്ലി ഡിസ്ക്രൈബ് ദ സയന്റിഫിക് അഡ്വാൻസ്മെന്റ് ഡ്യൂറിംഗ് ദ റിനൈസൻസ്, മെൻഷൻ ദ കീ ഫീൽഡ് ആൻഡ് ഫിഗേഴ്സ് അല്ലേ. നവോത്ഥാന കാലഘട്ടത്തിലെ ശാസ്ത്ര മേഖലകൾ ഏതൊക്കെയാണ്, അതിലെ പ്രധാനപ്പെട്ട ആൾക്കാർ ഏതൊക്കെയാണ്, അതൊക്കെ ഒന്ന് ചുരുക്കത്തിൽ എഴുതാനാ പറഞ്ഞു. നമുക്കറിയാം ശാസ്ത്രം ഏതൊക്കെയാണ്. ജ്യോതി ചേച്ചിക്ക് ഭയങ്കര ശരീരവേദന, ആയുർവേദ ഡോക്ടറെ കാട്ടി. ജ്യോതിശാസ്ത്രം, ശരീരശാസ്ത്രം, ആയുർവേദ ശാസ്ത്രം, ആസ്ട്രോണമി, ആയുർവേദിക് അനാട്ടമി. ഇത് മനസ്സിലാക്കുക. ഇതിൽ നിന്നിട്ട് എന്ത് ചെയ്യുക, ഓരോരുത്തരുടെ പേരും ഓരോ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്താൽ മതി, എഴുതി കൊടുത്താൽ മതി. ഇനി ഞാൻ പറയാൻ പോണ ഭാഗം എൻ്റെ മക്കൾ ശ്രദ്ധിക്കണം കേട്ടോ. കഴിഞ്ഞ വർഷം ഓണം എക്സാമിന് essay ആയിട്ട് ചോദിച്ച ഭാഗം കേട്ടോ. കഴിഞ്ഞ വർഷം ഓണം എക്സാമിന് essay ആയിട്ട് ചോദിച്ച ഭാഗമാണ്. അതുകൊണ്ട് ഞാനിത് വിടൂല. കാരണം SSLC ഓണം എക്സാം 2026 നാളത്തെ സോഷ്യൽ സയൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ത് ചെയ്യും, പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷൻ അല്ലെങ്കിൽ റിഫോം മൂവ്മെന്റ്, അതായത് മതനവീകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം എൻ്റെ മക്കൾക്ക് പ്രതീക്ഷിക്കാം. അത് ഇനി essay വന്നിട്ടില്ലെങ്കിൽ, SDK പറഞ്ഞത് essay വന്നിട്ടില്ല
ചോദിച്ചിട്ടില്ല എന്ന് പറയേണ്ട ആവശ്യമില്ല. അതെന്തായാലും 4 മാർക്കിന് ചോദിച്ചിരിക്കും. അപ്പൊ എന്റെ മക്കൾ എന്ത് ചെയ്യുക, മതനവീകരണം, റിഫോം മൂവ്മെന്റ് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, പഠിച്ചു വെച്ച് പോകണം. നമുക്ക് അതിൽ ആൾക്കാരെ പേരൊക്കെ അറിയാലോ അല്ലെ, കത്തോലിക്ക സഭ അല്ലെ, സെയിൽ ഓഫ് ഇന്റലിജൻസസ്, എന്തൊക്കെ ആൾക്കാരെ പറ്റിക്കാൻ ബുക്ക് ഉണ്ടാക്കി. അങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ ഒരുത്തം വന്നു, അവന്റെ പേരാണ് ടെഡ്സൽ അല്ലേ. അപ്പോഴാണ് ഇന്നെ പോലെ ബുദ്ധിയുള്ള ഒരുത്തം മാർട്ടിൻ ലൂതർ 95 പ്രബന്ധമൊക്കെ എഴുതി ഒരു ചർച്ച പൊട്ടിച്ചില്ലേ. ഏതാണ് ചർച്ച്? വിറ്റൻബർഗ് അല്ലേ. അങ്ങനെ പഠിച്ചത് എല്ലാ ചർച്ചിൽ പോയാൽ ആൾക്കാർ നല്ല സൈലന്റ് ആയിട്ടിരിക്കും. ആ ചർച്ചിൽ ചെന്നാലോ വിറ്റ് പറഞ്ഞു ഓനക്ക് ബർഗർ കൊടുക്കും. ആ ചർച്ചാണ് വിറ്റൻബർഗ് ചർച്ച്. അങ്ങനെ കാലയച്ചാൽ മതി. എന്റെ മക്കൾ എന്ത് ചെയ്യുക, അതങ്ങനെ ഇതാക്കുക. ഇനി ചിലപ്പോൾ ഉണ്ടല്ലോ മതനവീകരണം ചോദിക്കുന്നതോടൊപ്പം എന്തും ചോദിക്കും, പ്രതിമത നവീകരണം, കൗണ്ടർ റിഫോർമേഷൻ. ചിലപ്പോൾ അത് അങ്ങനെ കൂട്ടിയിട്ട് 5 മാർക്കിന് ചോദിക്കും. ചുരുക്കി എഴുതി കൊടുത്താൽ മതി. അല്ല, കൗണ്ടർ റിഫോർമേഷൻ മാത്രം ചോദിക്കുകയാണെങ്കിൽ അത് 3 മാർക്കിനെ ചോദിക്കുള്ളൂ. പ്രതിമത നവീകരണം അല്ലേ. നമുക്കറിയാം എന്താ ഈ റിഫോം മൂവ്മെന്റ് ഉണ്ടായപ്പോ അല്ലേ, അതിനെ തുടർന്ന് കത്തോലിക് ചർച്ച് ഇനിഷ്യേറ്റഡ് ടു റിഫോം ഇറ്റ് സെൽഫ് അല്ലേ. മതനവീകരണത്തെ തുടർന്ന് കത്തോലിക്ക സഭ എന്ത് ചെയ്യുന്നു, സ്വയം നവീകരിക്കാൻ ശ്രമിക്കുന്നു അല്ലേ. എന്നിട്ട് അതിന് നേതാക്കന്മാരൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടി, ഇറ്റലിയിൽ ഒരുമിച്ച് കൂടി. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലോ, ആ കാര്യങ്ങളൊക്കെ ജസ്റ്റ് പറയാം. എന്നിട്ട് സെയിൽ ഓഫ് ഇന്റലിജൻസസ് അല്ലേ, പാപം വിമോചന പത്രികയിൽ ബാൻ ചെയ്തു, നിരോധിച്ചു. ആ കാര്യങ്ങൾ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, 2ാമത്തെ ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ, സാറ് പറഞ്ഞിരുന്നു. അതിൽ കൂടുതലൊന്നും എക്സ്പ്ലനേഷൻ ആണോ, രാത്രിക്കത്തെ ലൈവിൽ വന്നോ, കിഡിലാക്കിക്കോ. മാക്സിമം ചാനലൊക്കെ ഒന്ന് എന്ത് ചെയ്തോ, ലൈക്ക് അടിച്ചോ, സെറ്റ് ആക്കിക്കോ. ഇനി ഒരു കാര്യം പറയാം, കമ്മ്യൂണിറ്റി ചാനലിൽ ജോയിൻ ചെയ്തിട്ടുള്ള മക്കളെ, പല മക്കളും സ്കൂൾ എക്സാം കഴിഞ്ഞിട്ട് പറയും ഈ ആ ക്വസ്റ്റ്യൻ പഠിച്ചില്ലേ, എടാ ഞാനേ പഠിച്ചില്ല. അപ്പം പറയും എടാ അത് MS സൊല്യൂഷനിൽ ഇന്നലെ ആ ചാനലിൽ ഇട്ട ക്വസ്റ്റ്യൻ അല്ലേനോ, ഈ അത് പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആടാ അങ്ങനെ ചാനലുണ്ടോ, എനിക്കത് അറിയില്ലേനു എന്ന് പറഞ്ഞാണ്ട് വെറുതെ എന്ത് ചെയ്യണ്ട, റിക്കറ്റ് അടിക്കാൻ നിൽക്കണ്ട. മാക്സിമം എന്ത് ചെയ്തോ, ഇപ്പൊ തന്നെ ജോയിൻ ചെയ്തോ. അതിന് ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. മാക്സിമം എൻ്റെ മക്കളെ ജോയിൻ ചെയ്തോ. ഇനി ഇങ്ങോട്ട് നോക്കി, സിമ്പിൾ ക്വസ്റ്റ്യൻ ആട്ടോ. ഒരു 1 മാർക്ക് ക്വസ്റ്റ്യനേക്കാരെ ABCD എന്നൊക്കെ തന്നിട്ടേക്കാരെ ചോദ്യം വരിക. എന്താ അറിയോ, ഈ ക്വസ്റ്റ്യൻ ഇവിടെ തരുന്നുണ്ടെങ്കിൽ അത്രയും പ്രാധാന്യം ഉണ്ടായതുകൊണ്ടല്ലേ. അതെ, നോക്കിക്കോ. വിച്ച് ഡൈനാസ്റ്റി റൂൾഡ് ഫ്രാൻസ് ബിഫോർ ദ ഫ്രഞ്ച് റവല്യൂഷൻ? ഫ്രഞ്ച് വിപ്ലവത്തിന് മുമ്പ് ഫ്രാൻസ് ഭരിച്ചിരുന്ന രാജവംശം ഏതാ അല്ലേ. ഞാൻ പറഞ്ഞു ഈ ഫ്രാൻസിലത്തെ രാജാക്കന്മാരൊക്കെ ബാർബർമാരാണ്. കിട്ടിയോ? അപ്പൊ കിട്ടി ബാർബർ അല്ലേ. അപ്പൊ കിട്ടി ബൂർബൻ. കണ്ടോ? അപ്പൊ ബൂർബൻ ഡൈനാസ്റ്റി, ബൂർബൻ രാജവംശമാണ് ഫ്രഞ്ച് ഭരിച്ചിട്ടുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, ഡിസ്ക്രൈബ് ദ സോഷ്യൽ സ്ട്രക്ചർ ഓഫ് ഫ്രാൻസ് ബിഫോർ ദ ഫ്രഞ്ച് റവല്യൂഷൻ അല്ലേ. ഫ്രഞ്ച് വിപ്ലവത്തിന് മുന്നോടിയായിട്ടുള്ള എസ്റ്റേറ്റ് സമ്പ്രദായത്തെ കുറിച്ച് വിവരിക്കുക. ഞാനൊരു കാര്യം പറയട്ടെ, ഇത് ഫ്രഞ്ച് സമൂഹത്തെ കുറിച്ചാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഇത് ഫ്രഞ്ച് റവല്യൂഷൻ എന്താണ് അറിയോ, ഒരു കാരണമാണ്, റീസൺ ആണ്. ചിലപ്പോ നല്ല ഉറപ്പിച്ചു വെച്ചോ. ഇനി ഇത് വന്നിട്ടില്ല, പരിപാടി നിർത്തി എഴുതി വെച്ചോ. SSLC ഓണം എക്സാം നോക്കിക്കോട്ടോ, നോക്കിക്കോ. ഓണം എക്സാം 2026 സെക്കൻഡ് ചാപ്റ്റർ എന്നൊരു എസ്സേ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അത് ഇതായിരിക്കും. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ റീസൺസ് അല്ലെങ്കിൽ ഫ്രഞ്ച് സമൂഹത്തെ കുറിച്ചൊക്കെ എഴുതാൻ പറയും. നമുക്കറിയാം അല്ലെ, ഫ്രഞ്ച് സൊസൈറ്റി 3ആയി തിരിച്ചിട്ടുണ്ട്. അതിന് എസ്റ്റേറ്റ് എന്നൊക്കെ വിളിക്കും 3 അല്ലേ. അതിലേക്ക് പുരോഹിതന്മാർ, ക്ലർജീസ്, ഓരോ പ്രത്യേകത. പുരോഹിതന്മാരെ പിരിച്ച ടാക്സ് ഒക്കെ അറിയില്ല, തീതെ. അതേപോലെ നോബിൾസ് ഓല് പിരിച്ച ടാക്സ് ഏതാ, വിങ് തീം അല്ലെങ്കിൽ വോങ് തീയം അല്ലേ. പിന്നെ സാധാരണക്കാർ അല്ലേ, ദുരിതമായ ജീവിതം നയിച്ചു. ഓലെന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ കിങ്ങിനും ചർച്ചിനും നോബിൾസിനൊക്കെ നികുതി കൊടുത്തു, പുരോഹിതന്മാർക്കും പ്രഭുക്കന്മാർക്കൊക്കെ അത് എഴുതി കൊടുക്കണം കേട്ടോ. ഇനി ഇങ്ങോട്ട് നോക്കി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കണം കേട്ടോ. ഈ ഇത് പഠിച്ചു കഴിഞ്ഞാൽ എന്ത് അറിയോ, എന്തായാലും ഒരു 1 മാർക്കോ 2 മാർക്കോ നിങ്ങൾക്ക് ഈ ടോപ്പിക് ഒന്ന് കിട്ടും, ഉറപ്പാ മക്കളെ. അത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താ, നെയിം ദ 3 മേജർ തിങ്കേഴ്സ് ഹു ഇൻഫ്ലുവൻസ്ഡ് ദ ഫ്രഞ്ച് റവല്യൂഷൻ. ഫ്രഞ്ച് വിപ്ലവത്തെ സ്വാധീനിച്ച 3 ചിന്തകന്മാരൊക്കെ ആരാ? റൂസോ, വോൾട്ടയർ, മോണ്ടസ്ക്യൂ അല്ലേ. റൂസോ ടയർ ഉരുറ്റലുണ്ട് അല്ലേ, റൂസോ ടയർ ഉരുറ്റും, അതാണ് വോൾട്ടയർ അല്ലേ. ഉണ്ടോ വോൾട്ടയർ. അപ്പൊ കുറെ കാലം ടയർ ഉരുറ്റി ഇരുന്നപ്പോ ആൾക്കാരോനെ കളിയാക്കി മൊണ്ട ഉണ്ടോ. അപ്പൊ കിട്ടി മോണ്ടസ്ക്യൂ ഉണ്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, പേര് പഠിക്കുക. റൂസോന്റെ പ്രധാനപ്പെട്ട ഒരു വർക്ക് ഉണ്ട്, സോഷ്യൽ കോൺട്രാക്ട്. പിന്നെ അയാൾ പറഞ്ഞില്ലേ എന്ത്, സാമൂഹിക ഉടമ്പടിയിട്ട് അതിൻ്റെ മലയാളം, മനുഷ്യൻ സ്വതന്ത്രമായിട്ട് ജനിക്കുന്നു, എവ്രിവെയർ ഹീസ് ഇൻ ചെയിൻസ്, എല്ലായിടത്തും ചെങ്ങലകളിലാണ്. അത് മനസ്സിലാക്കുക. മോണ്ടസ്ക്യൂവിൻ്റെ ഒരു വർക്ക് ഉണ്ട്, സ്പിരിറ്റ് ഓഫ് ലോ. അതിൻ്റെ മക്കൾ എന്ത് ചെയ്യണം, ജസ്റ്റ് എക്സാമിന് പഠിച്ചു വെച്ച് പോകണം. ഇനി ഞാൻ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ പ്രെഡിക്റ്റ് ചെയ്യാം കേട്ടോ. കറക്റ്റ് പ്രഡിക്ഷൻ ആട്ടോ പറയാൻ പോണത്. റൈറ്റ് എ ഷോർട്ട് നോട്ട് അബൌട്ട് റൈസ് ഓഫ് മിഡിൽ ക്ലാസ്. മധ്യവർഗത്തിൻ്റെ ഉയർച്ചയെ കുറിച്ച് ചുരുക്കി എഴുതുക. മധ്യവർഗം ഉയർന്നു വന്നല്ലോ ഫ്രാൻസിൽ. ഒന്നില്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു ചോദ്യം, അല്ലെങ്കിലോ 1770-കളിൽ ഉണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണങ്ങൾ കണ്ടോ, ഇക്കണോമിക് ക്രൈസിസിന്റെ റീസൺസ് എന്തായാലും ചോദിക്കും. ഇത് അതായത് മധ്യവർഗത്തെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ, മിഡിൽ ക്ലാസിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഇക്കണോമിക് ക്രൈസിസ്, സാമ്പത്തിക പ്രതിസന്ധി ചോദിക്കൂല. ഇനി സാമ്പത്തിക പ്രതിസന്ധി ചോദിക്കുകയാണെങ്കിലോ മധ്യവർഗത്തെ കുറിച്ച് ചോദിക്കൂല. രണ്ടാലും ഒന്ന് ഇന്ന മക്കൾ എന്ത് ചെയ്യണം, പഠിച്ചു വെച്ച് പോകണം. നമുക്കറിയാം അല്ലെ, മധ്യവർഗം ഉണ്ടായത് എങ്ങനെ, അഗ്രികൾച്ചർ പുരോഗതി പ്രാപിച്ചപ്പോൾ പുതിയ നഗരങ്ങൾ ഉയർന്നു വന്നു. അവിടേക്ക് തൊഴിൽ തേടിയിട്ട് അല്ലെ കുറെ ആളുകൾ ഉയർന്ന് ചെന്നപ്പോൾ അവർക്ക് ജോലി കിട്ടിയ നല്ല സമ്പന്നരായി അല്ലേ. അപ്പോൾ അതിൻ്റെ എന്ത് ചെയ്താൽ മതി, മനസ്സിലാക്കിയാൽ മതി.
മതി. പിന്നെ എന്നാലും ഓല എന്ത് കൊടുക്കണം, ടാക്സ് കൊടുക്കേണ്ടിയിരുന്നു അല്ലേ. ഓല കൂട്ടത്തിൽ ഇങ്ങനത്തെ ആൾക്കാരല്ല ഡോക്ടേഴ്സും വക്കീലന്മാരും ബാങ്കർമാരൊക്കെ അതിൽ ഉൾപ്പെടും അല്ലേ. ആ കാര്യം പിന്നെ സാമ്പത്തിക പ്രതിസന്ധിൻ്റെ അവളെ കാരണം അറിയല്ലോ, അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ കുറഞ്ഞു, റൈറ്റ് പ്രൈസ് കൂടിയതും അതേപോലെ ഷോർട്ടേജ് ഓഫ് ഓർഡർ, തീറ്റപ്പുല്ലിനുണ്ടായ പ്രശ്നങ്ങളും ആ കാര്യമൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റിൻ്റെ മക്കൾ എന്ത് ചെയ്താൽ മതി, പറഞ്ഞു കൊടുത്താൽ മതി. ഇനി ഞാനൊരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പറയട്ടോ. സെക്കൻഡ് ചാപ്റ്ററിന് 3 മാർക്കിന് ഒരു 3 or 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിലൊരു ക്വസ്റ്റ്യൻ മക്കൾ ഇതായിരിക്കും, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ടെന്നീസ് കോർട്ട് ഓത്ത്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞയെ കുറിച്ച് കുറിപ്പ് ചെയ്ത്. നമുക്കറിയൊരു മഴക്കാലത്തിലെ എന്നാണ് മഴക്കാലം, ജൂൺ 20 ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം 1789. പഠിക്കാൻ ട്രിക്ക് ഉണ്ട്, 7 കഴിഞ്ഞാൽ 8, 8 കഴിഞ്ഞ 9, സാധനം അവിടെ സെറ്റാ. പിന്നെ നിങ്ങൾ അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, നോക്കേണ്ട ആവശ്യമില്ല അല്ലേ. ഇവരെല്ലാവരും ടെന്നീസ് കോർട്ട് അല്ലേ, ആ സ്ഥലത്തിന് പേരിന് കിട്ടി, പേരിൽ തന്നെ ഹെഡിങ്ങിൽ തന്നെ ഉണ്ടല്ലോ. ടെന്നീസ് കോർട്ടിൽ ഒരുമിച്ച് കൂടുന്നു, എന്നിട്ട് ഒരു പ്രതിജ്ഞ എടുക്കുകയാണ് ഭരണഘടന ഉണ്ടാക്കുന്നത് വരെ അല്ലേ. വി ആർ നോട്ട് ടു ലീവ് അണ്ടിൽ വി ഹാഡ് ഫ്രെയിംഡ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ഫ്രാൻസ് അല്ലേ. ആ ഒരു പ്രതിജ്ഞ പോലെ എടുക്കുകയാണ്, അതാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. പിന്നീട് സെപ്റ്റംബർ കൂട്ടക്കൊല്ലുണ്ടല്ലോ, ആ ജാക്കോബിനെകൾ കുറെ ആൾക്കാരെ കൊന്നു, 1500 ആൾക്കാരെ കൊന്നില്ലേ. ആ ഭാഗൻ്റെ മക്കൾ എന്ത് ചെയ്യണം, പഠിച്ചു വെച്ച് പോകണം. അത് ഏറ്റവും പ്രധാനമായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി എൻ്റെ മക്കളോട് സാറിന് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്, എന്തായാലും ഏത് ക്വസ്റ്റ്യൻ പേപ്പറിലും സോഷ്യലിലെ ക്വസ്റ്റ്യൻ പേപ്പറാണോ സ്ത്രീകളെ കുറിച്ച് ചോദിക്കും. എടാ ഫസ്റ്റ് ചാപ്റ്ററിൽ സ്ത്രീകളെ കുറിച്ച് പറയുന്നില്ല, തേർഡിൽ പറയുന്നില്ല, സെക്കൻഡ് ചാപ്റ്ററിൽ മാത്രമാണ് വുമൻസിനെ കുറിച്ച് പറയുന്നത്. അപ്പം എൻ്റെ മക്കൾ എന്ത് ചെയ്യണം അറിയോ, ഫ്രഞ്ച് വിപ്ലവത്തിലെ സ്ത്രീകളുടെ പങ്ക് ആൻഡ് റോൾ ഓഫ് വുമൺ ഇൻ ദ ഫ്രഞ്ച് റവല്യൂഷൻ എന്തായാലും പഠിച്ചു വെച്ച് പോകണം. നിർബന്ധമായിട്ടും ചോദിക്കും. ഓല ഫുഡ് ഷോർട്ടേജ്, ഭക്ഷ്യക്ഷാമം ഉണ്ടായപ്പോൾ ആ വേസ്റ്റായ കൊട്ടാരല്ലേ, വേഴ്സായ്സ് പാലസ്, വേഴ്സായ അല്ലേ, വേസ്റ്റായ കൊട്ടാരത്തിലേക്ക് എന്ത് ചെയ്യുന്നു, മാർച്ച് നടക്കുന്നു അല്ലേ. അങ്ങനെ രാജാവിനെയും അതേപോലെ തന്നെ വൈഫിനെയൊക്കെ പോലെ എന്ത് ചെയ്യുന്നു, ബ്രിങ്ങിങ് ടു പാരീസിലേക്ക് കൊണ്ടുവരുന്നു. രാജാവ് അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ അംഗീകരിക്കുന്നു. പിന്നെ ഗൂഷും ജെന്നി റോളണ്ടൊക്കെ പറഞ്ഞില്ലേ, റൈറ്റ് ടു ഡിവോഴ്സ്, റൈറ്റ് ടു ഓൺ പ്രോപ്പർട്ടി, ആ കാര്യങ്ങളൊക്കെ എഴുതുക. ഇനി അവസാനമായിട്ട് സെക്കൻഡ് ചാപ്റ്ററിലെ 2 ക്വസ്റ്റ്യൻസ് സാറ് പറഞ്ഞുതരാം. ഒന്ന് നെപ്പോളിയനുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ഉറപ്പായിട്ടുണ്ടാവും കേട്ടോ. അതൊന്നില്ലെങ്കിൽ വാട്ടർലൂ യുദ്ധത്തെ കുറിച്ചേക്കാരം, അല്ലെങ്കിൽ ദ റിഫോംസ് ഓഫ് നെപ്പോളിയൻ കൊണ്ടുവന്ന ഭരണ പരിഷ്കാരങ്ങൾ. SSLC ഓണം എക്സാം 2026 ഉറപ്പായിട്ടും നെപ്പോളിയനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം എൻ്റെ മക്കൾക്ക് പ്രതീക്ഷിക്കാം. ഷുവറ. ലീഗ് നോക്കി, മലപ്പുറം ജില്ലയിൽ വണ്ടൂരാണ് എൻ്റെ വീട്, ഫോൺ നമ്പർ തരാം, വന്നുകൊണ്ട് മാലപ്പടക്കം പൊട്ടിച്ചോണ്ടി, ഒരു പ്രശ്നമില്ല ഉണ്ടോ. അപ്പം നെപ്പോളിയൻ്റെ ഭരണ പരിഷ്കാരങ്ങളൊക്കെ ചെയ്ത് കേട്ടോ. ഇതൊക്കെ പഠിക്കാൻ കറക്റ്റ് ചിത്രമൊക്കെ വരച്ച് സാറ് പറഞ്ഞ നീ ഇത് ഡീറ്റെയിൽ ആയിട്ട് അറിയണോ, രാത്രി ലൈവിൽ പൊളിച്ചെടുക്കുക. ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറഞ്ഞിരുന്നത്, പ്രഡിക്ഷൻ, അതിൻ്റെ ആൻസർ ജസ്റ്റ് ടച്ച് ചെയ്ത് പോവുക. അങ്ങനെ നെപ്പോളിയൻ വാട്ടർലൂ യുദ്ധത്തിൽ പരാജയപ്പെട്ടല്ലോ 1815 അല്ലെ. വാട്ടർ തൊക്കൊണ്ട് യുദ്ധം, വാട്ടർലൂ അല്ലെ, അങ്ങനെ ആലോചിച്ചാൽ മതി. ആ യുദ്ധം കഴിഞ്ഞപ്പോൾ വിജയിച്ച യൂറോപ്യൻ രാജ്യങ്ങൾ വിയന്നയിൽ ഒരുമിച്ച് കൂടി, ഓസ്ട്രേലിയ. അവിടെ എടുത്ത തീരുമാനങ്ങൾ എന്തായാലും 4 തീരുമാനങ്ങൾ ഉണ്ടല്ലോ, അതിൻ്റെ മക്കൾ പഠിച്ചു പോയാൽ മതി. ഇതേ സെക്കൻഡ് ചാപ്റ്റർ ഒന്ന് ചോദിക്കുള്ളൂ. ഇതിനപ്പുറത്തേക്ക് ഒരു ചോദ്യം വന്നാൽ പരിപാടികൾ നിർത്തി പോകും ഞാൻ കേട്ടോ. അപ്പം അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി 3ാമത്തെ ചാപ്റ്റർ ഞാൻ പറയണു, കോമൺ സെൻസ് നോളേജിൻ്റെ ലിമിറ്റേഷൻസ്, പരിമിതികൾ. അതൊരു 4 മക്കൾ പഠിച്ചു വെച്ച് പോവാ. എന്തായാലും കോമൺ സെൻസ് നോളേജിൻ്റെ ലിമിറ്റേഷൻസോ ഉറപ്പായിട്ടും ഓണം എക്സാമിന് ചോദിക്കും. കിട്ടിയോ? ഇനി ഇതേപോലെ തന്നെ 3ാമത്തെ ചാപ്റ്ററിൽ ഒരു ക്രിയേറ്റീവ് റൈറ്റിംഗ് നമ്മളെ രീതിയിൽ എഴുതാനുള്ള ഒരു ക്വസ്റ്റ്യൻ വരും. അത് ഇതിലേതെങ്കിലും ഒന്നിൻ്റെ ഉദാഹരണക്കാരൻ തരിക. ആ ഉദാഹരണം വെച്ചിട്ട് തന്നെ സാറിൻ്റെ മക്കൾ എന്ത് ചെയ്താൽ മതി, എഴുതിയാൽ മതി. ഈ ഒരു ഇതിൽ ഏതെങ്കിലും ഒന്ന് തരും, എന്നിട്ട് അതിനെ കുറിച്ചിട്ട് എന്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ട്, കൗമാരക്കാർ എപ്പോഴും വിമതരും നിരുത്തരവാദ സ്വഭാവമുള്ളവരുമാണ്. ടീനേജേഴ്സ് ആർ ഓൾവേസ് റെബല്യസ് ആൻഡ് ഇറസ്പോൺസിബിൾ. ഇറ്റ് കറക്റ്റ്? ഇത് ശരിയാണോ? അപ്പം നിങ്ങൾ പറയും അല്ല, റോങ് ആണ് അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങളെ രീതിയിൽ ഇത് എഴുതി കൊടുക്കുക. കോമൺ സെൻസ് നോളജിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലിമിറ്റേഷൻ ആണത് അല്ലേ. അങ്ങനെ സ്പെക്കുലേഷനും സയൻറ്റിഫിക് ആയിട്ട് പഠിക്കാതെ, ശാസ്ത്രീയമായി പഠിക്കാതെയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇത് തെറ്റായിട്ടുള്ള കാര്യമാണ്. എഴുതിയാൽ മതി, ഒരു 3 മാർക്ക് അവിടെ കിട്ടും. എടാ ഇതെന്തായാലും ക്രിയേറ്റീവ് റൈറ്റിംഗ് ചോദിക്കട്ടെ മക്കളെ. പഠിക്കാതെ എൻ്റെ മക്കൾ എന്ത് ചെയ്യരുത്, ആ ഭാഗം വിട്ടു പോകരുത്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ചില ആൾക്കാർ പറയുന്നുണ്ട് 3ാമത്തെ ചാപ്റ്റർ ഫുൾ എക്സാമിന് ഉണ്ടാവും. എൻ്റെ മനസ്സിപ്പോഴും പറയണു 3ാമത്തെ ചാപ്റ്റർ ഒരു പകുതി വരെ ചോദിക്കുള്ളൂ. അതുവരെയുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു. ഇനി 3ാമത്തെ ചാപ്റ്റർ ഫുള്ള് ചോദിച്ചോ, ഉറപ്പിച്ചു വെച്ചോ. സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ, സാമൂഹ്യ ശാസ്ത്ര സങ്കല്പം, അത് കൊണ്ടുവന്നതാരാ, ചാൾസ് റൈസ് മില്ലല്ലേ, അത് ചോദിക്കുക. അല്ലെങ്കിൽ അതിൻ്റെ സവിശേഷതകൾ, ക്യാരക്ടറിസ്റ്റിക്സ്. എന്തായാലും എന്ത് ചെയ്യും, 3ാമത്തെ ചാപ്റ്റർ ഫുള്ള് ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ അതും കൂടി പഠിച്ചു വെച്ച് പോയാൽ മതി. ഞാൻ 3.5 അതെ ഞാൻ എന്ത് ചെയ്യുന്നുള്ളൂ, 2ാമത്തെ ചാപ്റ്റർ 3ാമത്തെ ചാപ്റ്ററിൻ്റെ പകുതി ഇത്ര മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ, പറയുന്നുള്ളൂ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യാനുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യുക, ബാച്ചിൽ മാക്സിമം എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. അപ്പോൾ ഇനി എന്ത് ചെയ്യുന്നു, ജോഗ്രഫിയിലെ പ്രധാനപ്പെട്ട പാഠഭാഗങ്ങൾ പ്രഡിക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഷെനൂബ് സാർ വരുന്നു. ഷെനൂബ് സാറിന് ശേഷം AD സാർ വരുന്നുണ്ട് മക്കളെ. അപ്പം എന്ത് ചെയ്യുക, സാർ അടിപൊളിയാക്കിയിട്ട് എന്ത് ചെയ്യുന്നു,
സെറ്റാണ് മക്കളെ ഒളിച്ചെടുക്കാണ്, ക്ലിയർ ആക്കിക്കോ. 100% നമ്മൾ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻ മാത്രമേ പറയുള്ളൂ. അതിന്റെ കൂടെ ഒരു കാര്യം കൂടി പറയാൻ ഓർമ്മിപ്പിക്കുന്നു, ഇവിടെ കൂടുതലായിട്ടുള്ള എക്സ്പ്ലനേഷൻ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. എക്സാമിന് നാളെ നിങ്ങൾക്ക് പേപ്പറിൽ കാണാൻ പോകുന്ന അതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ തന്നെ ആദ്യം തന്നെ ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നു, മക്കൾ നോക്കി വെച്ചോ. എടാ SSLC 2026 ഓണം എക്സാമിനേഷന് നിങ്ങളോട് 2 അല്ലെങ്കിൽ 4 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതായിരിക്കും. എന്താണ് ഈ ക്വസ്റ്റ്യൻ മക്കളെ? എടാ അറ്റ്മോസ്ഫിയറിക് ഹീറ്റ് ട്രാൻസ്ഫർ പ്രോസസ് അഥവാ നിങ്ങൾ മനസ്സിലാക്കുക താപവ്യാപന പ്രക്രിയയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇൻഡയറക്റ്റ് ആയിട്ടോ ഡയറക്റ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കും. സോ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഒരുപാട് കോഡും കണക്ഷനൊക്കെ വെച്ച് പഠിച്ചതാണ്. സോ ഇവിടെ എക്സ്പ്ലനേഷൻ കുറവാണ്, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നു, നോക്കി വെച്ചോടാ. കണ്ടക്ഷൻ, കൺവെക്ഷൻ, അഡ്വെക്ഷൻ ആൻഡ് റേഡിയേഷൻ അല്ലെ, ഇത്രയും ഫാക്ടേഴ്സ് അതിലുള്ളത്. നോക്കി വെച്ചോടാ, എന്താണ് കണ്ടക്ഷൻ അഥവാ താപചാലനം? ഹീറ്റ് ഈസ് ട്രാൻസ്ഫർ ടു ദ ലോവർ പാർട്ട് ഓഫ് ദ അറ്റ്മോസ്ഫിയർ. അതായത് നമ്മൾ അന്തരീക്ഷത്തിലെ അല്ലെങ്കിൽ നമ്മളുടെ ഉപരിതലത്തിലോട് ചേർന്നിരിക്കുന്ന ഭാഗത്തേക്ക് എന്ത് ചെയ്യുന്നു? താപത്തെ വ്യാപിപ്പിക്കുന്നു, ചലിപ്പിക്കുന്നു. അതാണ് താപചാലനം. രണ്ടാമത് കൺവെക്ഷൻ അഥവാ സംവഹനം എന്ന് പറയുന്നത് ഓൾറെഡി വ്യാപിപ്പിച്ചുള്ള ഈ താപം എന്ത് ചെയ്യുന്നു? മുകളിലേക്ക് പതിയെ എന്ത് റൈസപ്പ് ചെയ്യുന്നു, മുകളിലേക്ക് ഉയർന്നു പോകുന്നു. സോ ഉയർന്നു പോകുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? കൺവെക്ഷൻ അഥവാ സംവഹനം എന്ന് പറയുന്നത്. മൂന്നാമത് അഡ്വെക്ഷൻ അഥവാ അഭിവഹനമാണ്. അതായത് ഉയർന്നു പോകുന്ന സമയത്ത് ഒരു കാറ്റ് സൈഡിൽ നിന്ന് വീശി അല്ലെ, കാറ്റ് വീശിയ സമയത്ത് എന്ത് ചെയ്യുന്നു? ഈ കാറ്റിന് അഭിമുഖമായിട്ട് എന്ത് ചെയ്യുന്നു? ഈ ചൂടും സൈഡിലേക്ക് പോകുന്നു. അതിന് നമ്മൾ വിളിക്കുന്ന പേര് അഡ്വെക്ഷൻ അഥവാ അഭിവഹനമാണ്. അവസാനമായിട്ടത് റേഡിയേഷൻ അഥവാ വികിരണം എന്ന് പറയുന്ന സംഭവം വേറെ ഒന്നുമില്ല, ഭൂമി ഓൾറെഡി ചൂടായി നിൽക്കുകയാണ്. സോ ഈ ചൂടിനൊക്കെ എന്ത് ചെയ്യുന്നു? ലോങ് വേവ് ആയിട്ട് ദീർഘതരംഗങ്ങളായിട്ട് പുറത്തേക്ക് വിടുന്നു. സോ ഇതാണ് റേഡിയേഷൻ അഥവാ വികിരണം. സോ പോയിന്റ് ഔട്ട് ചെയ്യാൻ ഇപ്പോൾ ടൈമില്ല, നമ്മൾ പല തവണയായിട്ട് A+ ലൈവിൽ അടക്കം എന്ത് ചെയ്തു? കൃത്യമായിട്ട് എന്ത് കോഡ് വെച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. സോ മക്കളെ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ് മക്കൾ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, പക്ഷെ പല ആളുകൾ കൊണ്ട് തെറ്റിക്കും. എന്താണ് മക്കളെ? ഡയനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ അഥവാ ദൈനിക താപാന്തരം. അല്ലെങ്കിൽ ഇവിടെ മറ്റൊരു ചോദ്യം ഉണ്ട്, ഡയലി മീൻ ടെമ്പറേച്ചർ അഥവാ ദൈനിക ശരാശരി താപനില. സോ ഈ ചോദ്യം വരുന്ന സമയത്തിന്റെ പൊന്നു മക്കളെ ഒരിക്കലും തെറ്റിക്കരുത്. 100% നാളെ 1 മാർക്കിന്റെയോ അല്ലെങ്കിൽ ഒരു essayയിൽ ഏച്ചു കൂട്ടിയിട്ടെയും AB എന്നുള്ള ലെവലിൽ ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള അത്രയും പവർഫുൾ ആയ ക്വസ്റ്റ്യൻ ആണ്. ഇത് പറയാൻ വേറെ ഒന്നുമല്ല, കഴിഞ്ഞ കൊല്ലത്തെ 3 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ C എന്ന് പറയുന്ന സെറ്റിൽ essay ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സോ 2026 ഓണം എക്സാമിനേഷന് നിങ്ങളോട് ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യം ഇതായിരിക്കും. മക്കൾ പഠിച്ചു വെക്കണം, സെറ്റ് ആക്കി വെക്കണം. ഇവിടെ പറയുന്നത് മക്കളെ ചെറിയ ചൂട് അഥവാ ലോ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എത്രയാണ്? 26 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതേസമയത്ത് ഹൈ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 34 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ഇവിടുത്തെ ദൈനിക താപാന്തരം അഥവാ ഡയനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊന്ന് കുറച്ച് കഴിഞ്ഞാൽ മതി. അപ്പോൾ എത്ര കിട്ടും? നമുക്ക് എത്ര കിട്ടും? 26 നിന്ന് 34 നമുക്ക് കേവലം എത്ര ദൂരമുള്ളത്? യെസ് 8 ഡിഗ്രി സെൽഷ്യസിന്റെ ദൂരമുള്ളത്. സോ അത് കിട്ടി. ഇതുപോലെ ഡെയിലി മീൻ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ഇത് രണ്ടും അങ്ങോട്ട് ആദ്യം കൂട്ടി കൊടുക്കണം. അത് കൂട്ടിയതിന് ശേഷം അതിന്റെ പകുതി കാണണം. സോ മക്കളെ നിങ്ങൾ മനസ്സിലാക്കി നോക്കുക, 26 34 എന്ന് പറയുമ്പോൾ എത്രയാടാ? 60 ആയില്ലേ? 60ന്റെ പകുതി എത്രയാടാ? യെസ് 30 ഡിഗ്രി സെൽഷ്യസ്. സംഭവം സെറ്റ് ആണ്, സിമ്പിൾ ആണ്. സോ പഠിച്ചു വെക്കണം. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. എന്താണ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മക്കളെ ഒരു പക്ഷേ നമുക്ക് essay ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക് ആണ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചർ, അതായത് താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. പക്ഷെ കഴിഞ്ഞ കൊല്ലം വരെ ഈ ചോദ്യം essay ആയിട്ട് ചോദിച്ചിട്ടേ ഇല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കേസ് ഉണ്ട്. എന്തുകൊണ്ട് essay ചോദിക്കാത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിലുള്ള 5 ടോപ്പിക്കുകൾ നമുക്ക് സെപ്പറേറ്റ് ചോദിക്കാൻ ഒരുപാട് ചോദ്യങ്ങളാവും. സോ അതുകൊണ്ട് തന്നെ essay ആയി ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വരും. സോ അതിന്റെ ഫൈനലി എന്തുണ്ടാവും? ഹുക്കായിട്ട് ഈ സാധനം ഉണ്ടാവും. അല്ല ഇതിനുള്ളിലേക്ക് ഇറങ്ങുമ്പോൾ ക്വസ്റ്റ്യൻസ് മാറും. അത് എങ്ങനെ കിട്ടും, എവിടെ കിട്ടുന്നല്ലേ? ഇന്ന് രാത്രി കൃത്യം 7:00 നമ്മുടെ പ്രഡിക്ഷൻ ലൈവിൽ ഞാനും അതുപോലെ STK സാറും AD സാറും വരുന്നുണ്ട്. കിടിലോസ്കി ആയിട്ട് ഓരോ കണക്ഷൻ വെച്ചിട്ടും ഓരോ ക്വസ്റ്റ്യൻസും പഠിപ്പിച്ചു തരും. സോ മക്കൾ ആരും വരാൻ മറക്കരുത്, മാക്സിമം ഫ്രണ്ട്സിനായിട്ട് പോകുന്നു. സോ ഇതിൽ ലാറ്റിറ്റ്യൂഡ് അഥവാ അക്ഷാംശ സ്ഥാനമുണ്ട്, ഓൾട്ടിറ്റ്യൂഡ് അഥവാ ഉയരമുണ്ട്, ഡിസ്റ്റൻസ് ഫ്രം ദ സീ അഥവാ സമുദ്രത്തിൽ നിന്നുള്ള അകലമുണ്ട്, ഓഷ്യൻ കറൻസ് സമുദ്രജല പ്രവാഹമുണ്ട്, റിലീഫ് അഥവാ ഭൂപ്രകൃതി ഉണ്ട്. സോ ഈ 5നെയും എന്തായാലും essay ചോദിക്കുമ്പോൾ ഡിസ്കസ് ചെയ്യേണ്ടി വരും. പക്ഷേ ഇതിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണെന്ത്? ഓൾട്ടിറ്റ്യൂഡ് അഥവാ ഉയരം എന്ന് പറയുന്നത്. മക്കൾ ഉയരം കൂടുമ്പോൾ ചായയുടെ സ്വാദല്ല കൂടാ, എന്തൊരു മാറ്റം സംഭവിക്കും നോക്കിക്കോ. അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഓൾട്ടിറ്റ്യൂഡ്. അതായത് ഉയരം കൂടുന്തോറും അന്തരീക്ഷത്തിലെ താപനില ക്രമാതീതമായിട്ട് ക്രമേണ കുറഞ്ഞു വരുന്നുണ്ട്. ഓക്കെ, ഈ ഫിനോമിനെ നമ്മൾ വിളിക്കുന്ന പേര്, ഈ പ്രതിഭാസത്തെ നമ്മൾ വിളിക്കുന്ന പേര് ക്രമമായ താപനഷ്ട നിരക്ക്. നമ്മൾ പറഞ്ഞല്ലോ അന്തരീക്ഷത്തിന് മുകളിലേക്ക് പോകുന്തോറും ചൂട് കുറഞ്ഞു വരും. എത്ര കുറയാ? നോക്കി വെച്ചോ 6.4 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്ത് ചെയ്യുക? കുറയാ. അപ്പൊ സെറ്റാണ്. രണ്ടാമത്തെ ഒരു ചിത്രം ഇങ്ങനെയും തരാം. ഇതൊക്കെ രണ്ടും സെപ്പറേറ്റ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക് ആട്ടോ. പക്ഷേ എസ്സേന്റെ ഉള്ളിൽ വന്നു എന്ന് മാത്രം, അതുകൊണ്ട് ചിത്രം സഹിതം കൊണ്ടുവന്നതാ. നോക്കിക്കോ, സൺലൈറ്റിന്റെ അവൈലബിലിറ്റി അല്ലെ, സൂര്യപ്രകാശത്തിന്റെ ലഭ്യതയ്ക്ക് അനുസരിച്ച് മാറ്റി വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഭൂപ്രകൃതി, ടോപ്പോഗ്രഫി, ഫിസിയോഗ്രഫി നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ എന്താ സംഭവിച്ചാൽ മക്കളെ സൂര്യപ്രകാശം അഭിമുഖമായിട്ട് ഫേസ് ചെയ്യുന്ന ഏരിയയിലൊക്കെ എന്ത് ചെയ്യും? യെസ് നല്ല ടെമ്പറേച്ചർ ഉണ്ടാവും, ചൂട് കൂടുതലേക്കാരം. അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ എന്തേക്കാരം? യെസ് ചൂട് കുറവായിരിക്കും. അത് താപവിതരണത്തെ ബാധിക്കുന്നില്ലേ? യെസ് അത്രേ ഉള്ളൂ. അതാണ് ഈ പോയിന്റിലൊക്കെ പറഞ്ഞത്. വളരെ സിമ്പിൾ ആണ്. ഓക്കെ, കോൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക, പോയിന്റ് പിന്നീട് പഠിക്കുക. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ
നോക്കിക്കോളാം. ഐഡന്റിഫൈ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് അറ്റ്മോസ്ഫിയർ പ്രഷർ ആൻഡ് എക്സ്പ്ലെയിൻ ഹൗ ഈച്ച് ദം ഇൻഫ്ലുവൻസസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. വേറെ ഒന്നുമല്ല മക്കളെ, അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തിയിട്ട് അവ ഓരോന്നും അന്തരീക്ഷ മർദ്ദത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന ചോദ്യം 100% മക്കളെ ഞാൻ വീണ്ടും അടിവരയിട്ട് പറയുന്നു. 2026 SSLC ഓണം എക്സാമിനേഷന് നിങ്ങളോട് ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യം ഇതായിരിക്കും. അന്തരീക്ഷ മർദ്ദവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം വന്നിരിക്കും. നോക്കിക്കോ മക്കളെ, സോ പഠിച്ചു വെക്കണം. ഏതൊക്കെയാണ് മൂന്ന് ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന് ടെമ്പറേച്ചർ അഥവാ അന്തരീക്ഷ താപനിലയുണ്ട്, രണ്ടാം ഓൾട്ടിറ്റ്യൂഡ് അഥവാ ഉയരമുണ്ട്, മൂന്നാമത് ഹ്യൂമിഡിറ്റി അഥവാ ആർദ്രതയുണ്ട്. നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട ഒരു പ്രധാന പോയിന്റ് എന്ന് പറയുന്നത് മക്കളെ, ഇത് 3 കൂടിക്കഴിഞ്ഞാലും മർദ്ദം അഥവാ പ്രഷർ കുറഞ്ഞിരിക്കും. ഇത് 3 കുറഞ്ഞു കഴിഞ്ഞാലും മർദ്ദം അഥവാ പ്രഷർ കൂടിയിരിക്കും. നേരെ ഓപ്പോസിറ്റ് ആണ്, ഇൻവേഴ്സ് റിലേഷൻ ആണ്. എന്താ അതിന്റെ റീസണും കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞതാണ്. പക്ഷെ ഇന്ന് രാത്രി നമ്മൾ പറഞ്ഞുതരും, ചിത്രം വരച്ചുകൊണ്ട് സിമ്പിൾ ആയിട്ട് ഷോർട്ട് ടൈമിൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരും. സോ വന്നോ, മറക്കരുത്. ഓക്കെ, അടുത്ത മക്കളെ, കഴിഞ്ഞ കൊല്ലം എസ്എ ചോദിച്ച ഓണം എക്സാമിനേഷൻ എസ്എ ചോദിച്ച ചോദ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, യെസ്, ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് അഥവാ ആഗോള മർദ്ദ മേഖല. ഷനൂപ് സർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീണ്ടും പ്രെഡിക്റ്റ് ചെയ്യുന്നു. 2026 ഓണം എക്സാമിനേഷന് SSLC ഓണം എക്സാമിനേഷന് നിങ്ങളോട് ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യം ഗ്ലോബൽ പ്രഷർ ബെൽറ്റിന്റെ ഭാഗത്തിൽ നിന്നായിരിക്കും, അഥവാ ആഗോള മർദ്ദ മേഖലയിൽ നിന്നായിരിക്കും. കാരണം കഴിഞ്ഞ കൊല്ലം എസ്എ ചോദിച്ചു, ഇക്കൊല്ലം ഞാൻ പറയുന്നത് ഒരിക്കലും എസ്എ ചോദിക്കൂല. ഓക്കെ, മേ ബി റിപ്പീറ്റ് ചെയ്യാം, പക്ഷെ ഞാൻ പറയുന്നു ഇതൊരു 4 മാർക്കിന്റെ ചോദ്യമായിട്ട് വരാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അത്രയും ഹോട്ട് ടോപ്പിക് ആണ് ഈ ടോപ്പിക് എന്ന് പറയുന്നത്. ഇതിൽ പറയുന്ന മക്കൾ ഒരു ചിത്രം തന്നിട്ടുണ്ടല്ലോ. ഇതിൽ AB എന്ന് പറയുന്ന ഭാഗം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് എങ്ങനെയാണ് അവിടുത്തെ മർദ്ദം രൂപപ്പെടുന്നത് വിവരിക്കുക എന്നുള്ളത് ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത്. വലിയൊരു ക്വസ്റ്റ്യൻ ആട്ടോ, പക്ഷെ സിമ്പിളാ മക്കളെ. സൂര്യപ്രകാശം ഏറ്റവും കൂടുതൽ കിട്ടുന്ന എവിടെക്കാണ്? ഇക്വേറ്ററിലേക്കാണ്, ഭൂമധ്യരേഖയിലേക്കാണ്. അവിടെ നിന്നും എവിടേക്ക് നമ്മൾ പോകുന്നു? പോളാർ റീജിയണിലേക്ക് പോകുന്നു, അഥവാ ധ്രുവീയ മേഖലയിലേക്ക് പോകുന്നു. ആ ഭാഗത്ത് നല്ല തണുപ്പാണ്, കാരണം സൂര്യപ്രകാശം തീരെ എത്തുന്നില്ല, ഐസും കട്ടയാണ്, എല്ലാവർക്കും അറിയണമാണ്. നോക്കിക്കോ, ഇനി സൂര്യപ്രകാശം ലംബമായിട്ട് വെർട്ടിക്കലായിട്ട് വർഷം മുഴുവൻ കിട്ടും അല്ലേ? എന്താ നോക്കിക്കോ, സൺറൈസ് ഫാൾ വെർട്ടിക്കലി ത്രൂ ഔട്ട് ദ ഇയർ. വർഷം മുഴുവൻ സൂര്യപ്രകാശം ലംബമായി പതിക്കുന്നു. അപ്പോൾ അവിടെ നിന്ന് സംഭവിക്കും, നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്, സംവഹനം നടക്കും, ബാഷ്പീകരണം നടക്കും. യെസ്, ഹൈ ടെമ്പറേച്ചർ ഇൻ ദ ഇക്വേറ്റോറിയൽ റീജിയൻ കോസസ് ദ എയർ എക്സ്പാൻഡ് ആൻഡ് റൈസ്, ഫോമിംഗ് ഇക്വേറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. അതായത് മധ്യരേഖ അല്ലെങ്കിൽ ഭൂമധ്യരേഖയിലേക്ക് എന്ത് ചെയ്യും? സൂര്യപ്രകാശം അല്ലെങ്കിൽ സൂര്യന്റെ ചൂടേറ്റ വായു വികസിച്ചിട്ട് എന്ത് ചെയ്യും? മുകളിലേക്ക് ഇങ്ങനെ ഉയരും. മുകളിലേക്ക് ഉയരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? അവിടെ വായു ഇല്ല, വായു ഉണ്ടെങ്കിലേ മർദ്ദം ഉണ്ടാവുള്ളൂ. സോ അതുകൊണ്ട് അവിടെ ന്യൂനമർദ്ദം രൂപക്കൊള്ളുന്നു. അത്രയോളം സെറ്റാണ്. അപ്പൊ ഇവിടെ ഈ വായു ഇല്ലാത്ത ഭാഗത്ത് സ്വാഭാവികമായിട്ട് കാറ്റുണ്ടാവില്ല. കാറ്റില്ലാത്തത് കൊണ്ട് നമ്മൾ അവിടെ വിളിക്കുന്ന മറ്റൊരു പേരുണ്ട്, ഡോൾഡ്രം എന്ന് വിളിക്കും, അഥവാ അതിനെ വിളിക്കുന്ന മറ്റൊരു ടേമാണ് നിർവാത മേഖല. സെറ്റ്. ഇനി രണ്ടാമത് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ആണ്, അഥവാ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയാണ്. എന്താണ് ഈ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല? മക്കളെ, ഇവിടെ നിന്നും ഓൾറെഡി വികസിച്ച് ഉയർന്ന വായു എവിടേക്കാണ് പോയി ഇറങ്ങുന്നത്? മക്കളെ, 30 ഡിഗ്രി വടക്കും 30 ഡിഗ്രി തെക്കുമാണ്. സോ ആ ഭാഗത്ത് പോകുമ്പോൾ വായു കട്ടി കൂടി സ്വാഭാവികമായിട്ടും മർദ്ദം കൂടും. അതാണെന്ത്? ഉച്ചമർദ്ദം അഥവാ ഹൈ പ്രഷർ. അപ്പൊ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ അഥവാ യെസ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല, ആ സംഭവം തന്നെയാണ് ഈ പറഞ്ഞു വെക്കുന്നത്. ഇതിന്റെ എക്സ്പ്ലനേഷൻ കൃത്യമായിട്ട് ഇന്ന് രാത്രി കൃത്യം 7:00 വരാൻ മറക്കല്ലേ. ഓക്കെ, അങ്ങനെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയോ മക്കളെ, 100% നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പോകുന്ന അടുത്തൊരു ക്വസ്റ്റ്യൻ. എടാ ഷനൂപ് സർ നിങ്ങൾക്ക് വീണ്ടും 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 പ്രെഡിക്റ്റ് ചെയ്തു വരുന്നു. യെസ്, SSLC 2026 ഓണം എക്സാമിനേഷൻ നിങ്ങളോട് ചോദിക്കാൻ പോകുന്ന 3 മാർക്കിന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത് യെസ് കാറ്റുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമായിരിക്കും. സോ പഠിച്ചു വെച്ചോ മക്കളെ, മിസ് ചെയ്യല്ലേ, വിട്ടുകളയല്ലേ. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ഡയറക്ഷൻ ആൻഡ് സ്പീഡ് ഓഫ് വിൻഡ്? യെസ്, കാറ്റുമായിട്ട് 100% ഒന്നല്ല 2 ക്വസ്റ്റ്യൻ വന്നിരിക്കും. അതിലൊരു ക്വസ്റ്റ്യൻ ഈ ഭാഗത്ത് നിന്നായിരിക്കും. കാറ്റിലെ ദിശ, വേഗത എന്നിവയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെ? നമുക്കറിയാം 3 കോറിയോലിസ് ബലമുണ്ട്, രണ്ടാമത് പ്രഷർ ഗ്രേഡിയന്റ് അഥവാ മർദ്ദച്ചരിവ് ബലമുണ്ട്, മൂന്നാമത് ഫ്രിക്ഷൻ അഥവാ ഘർഷണ ബലമുണ്ട്. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, കോറിയോലിസ് ബലം ഒരു പക്ഷേ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയുന്നു, ഇപ്പോഴും പറയുന്നു, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് 1 മാർക്കിന് ചോദ്യം വരാൻ ചാൻസ് കൂടുതലാണ്. സോ അങ്ങനെ വരികയാണെങ്കിൽ ഇവിടുന്ന് ആ ക്വസ്റ്റിന്റെ ഇത് കഴിഞ്ഞു. ഓക്കെ, ഇനി അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ മേ ബി 3 ഒരുമിച്ച് ചോദിക്കും, പക്ഷെ അങ്ങനെയുള്ള ചാൻസ് വളരെ കുറവാണ്. ഇത് 2 ചോദിക്കാനാണ് ഞാൻ മനസ്സിൽ കാണുന്ന ആ ഒരു ചോദ്യം. സോ പഠിച്ചു വെക്കണം. കോറിയോലിസ് ബലം എന്ന് പറഞ്ഞാൽ ഉത്തരാർദ്ധഗോളത്തിൽ അഥവാ നോർത്ത് ഹെമിസ്ഫിയർ റൈറ്റിലേക്കും ദക്ഷിണാർദ്ധഗോളം അഥവാ സദേൺ ഹെമിസ്ഫിയർ ലെഫ്റ്റിലേക്കുമായിരിക്കും പോവുക എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അവിടെ അത് കഴിഞ്ഞു. രണ്ടാമത് മർദ്ദച്ചരിവ് ബലം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല മക്കളെ, മർദ്ദം കൂടിയോടത്ത് നിന്നും മർദ്ദം കുറഞ്ഞോടത്തേക്ക്, അതായത് ഹൈ പ്രഷറിൽ നിന്നും ലോ പ്രഷറിലേക്കേ കാറ്റ് പോവുള്ളൂ. ഓക്കെ, അതാണ് എന്ത് പറയുക പ്രഷർ ഗ്രേഡിയന്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഘർഷണം അഥവാ ഫ്രിക്ഷൻ ആണ്. ഫ്രിക്ഷൻ എന്ന് പറയുന്നത് തടസ്സം, അത്ര ആലോചിച്ചാൽ മതി, ഫിസിക്സ് ആട്ടോ. അതായത് തടസ്സം. ഓക്കെ, അതാണ് ഫ്രിക്ഷൻ. അതായത് നിങ്ങൾ മനസ്സിലാക്കുക തീരപ്രദേശം അല്ലെങ്കിൽ
കടലിന്റെ ഭാഗത്ത് പട്ടം പറത്തുമ്പോൾ ഭയങ്കര സ്പീഡായി നല്ല കാറ്റുണ്ടാവില്ലേ, കാറ്റിന്റെ വേഗത കൂടും. കാരണം എന്താ, കാറ്റിന് തടഞ്ഞു നിർത്താൻ ആരുമില്ല. ഇത് കരയിലേക്ക് കയറുമ്പോൾ അവിടെ എന്തൊക്കെയുണ്ട്, പർവ്വതം ഉണ്ടാവും, മലകളുണ്ടാവും, അതായത് മരങ്ങളുണ്ടാവും, ബിൽഡിങ്ങുകൾ ഉണ്ടാവും. ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, കാറ്റിന്റെ വേഗതയെ എന്ത് ചെയ്യും, തടഞ്ഞു നിർത്തും. സോ അതുതന്നെയാണ് ഫ്രിക്ഷൻ, ഘർഷണം എന്ന് പറയുന്നത്. കാറ്റിന്റെ വേഗതയെ അത് സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രിക്ഷൻ കൂടിക്കഴിഞ്ഞാൽ കാറ്റിന്റെ വേഗത എന്തായാലും കുറയും. അത്രേ ഉള്ളൂ. സെറ്റാണ്. അപ്പോൾ മറക്കണ്ട, സെറ്റാക്കി വെച്ചോ. അടുത്ത മക്കളെ, ഈ കൊല്ലത്തെ എസ് ഞാൻ നേരത്തെ പ്രിഡിക്റ്റ് ചെയ്തതാണ് മക്കളെ, മറക്കരുത്, പഠിച്ചു വരണം. ഇതാ സനൂപ് സർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ കൊല്ലത്തെ ഒരു എസ് ക്വസ്റ്റ്യൻ പറയുന്നു. 2026 ഓണം എക്സാമിനേഷന് നിങ്ങളോട് ചോദിക്കാൻ പോകുന്ന എസ്സേയോ അല്ലെങ്കിൽ 3-4 മാർക്കിന്റെ ഒരു ചോദ്യമായിട്ട് വരാൻ പോകുന്നത് മഴയുടെ ഭാഗത്ത് നിന്നായിരിക്കും. അങ്ങനെ സെപ്പറേറ്റ് ചോദിക്കാൻ മക്കളെ ഇങ്ങനെ ചിത്രം തന്നുകൊണ്ട് ചോദിക്കാൻ ചാൻസ്. കഴിഞ്ഞ കൊല്ലം ഓണത്തിന് ഇങ്ങനെ ഒരു ചോദ്യം വന്നു, കഴിഞ്ഞ കൊല്ലം മോഡലിന് ഇങ്ങനെ ഒരു ചോദ്യം വന്നു. അതുകൊണ്ട് സനൂപ് സർ ഇവിടെ ഒറ്റപ്പെട്ടവനെ തെരഞ്ഞെടുക്കുന്നു മക്കളെ. കൺവെക്ഷണൽ റെയിൻഫാൾ അഥവാ സംവഹന മഴയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കൊരു ചോദ്യം വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, സംവഹന മഴ എന്ന് പറയുമ്പോൾ ഇത്രയുള്ളൂ, വേറെ ഒന്നുമല്ല. സൂര്യപ്രകാശം നല്ലോണം വരും. ഓക്കെ, സൂര്യപ്രകാശം നല്ലോണം ഭൂമിയിലേക്ക് വരും. ഭൂമിയുടെ ഉപരിതലം എന്ത് ചെയ്യുന്നു, നല്ല വൃത്തിക്ക് ചൂടാകുന്നു. ചൂട് പിടിച്ചവിടുത്തെ വായു, നമ്മൾ നേരത്തെ പറഞ്ഞു, കൺവെക്ഷൻ സംഭവിക്കും, സംവഹനം നടക്കും. വായു വികസിച്ച് മുകളിലേക്ക് ഉയരുന്നു. മുകളിലേക്ക് ഉയരുമ്പോൾ ചൂട് കുറഞ്ഞിട്ട് പതിയെ കണ്ടൻസേഷൻ, ഘനീകരണത്തിലൂടെ മേഘങ്ങളായി മാറുന്നു. അതേ സ്ഥലത്തേക്ക് നല്ല കിടിലോസ്റ്റി ആയിട്ട് മഴ പെയ്യുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് കൺവെക്ഷണൽ റെയിൻഫാൾ അഥവാ സംവഹന മഴ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും സിമ്പിൾ പോയിന്റുകൾ ഇത്ര, ഈ 2 പോയിന്റ് മാത്രം പഠിച്ചാൽ മതി. വളരെ ഷോർട്ടാക്കി നൈറ്റിൽ നമ്മൾ ഒന്നുകൂടി പറഞ്ഞുതരും. സോ ഈ മഴ പെയ്യാൻ ഏകദേശം ഉച്ചയ്ക്ക് ശേഷമായിരിക്കും പെയ്യുക. കറക്റ്റ് ടൈം പറയുകയാണെങ്കിൽ ഏകദേശം, അങ്ങനെ കറക്റ്റ് ടൈം ഒന്നും കേട്ടോ, 4 മണിയോട് കൂടിയിട്ടാണ് ഈ മഴ പെയ്യുക. അതുകൊണ്ട് ഇത് 4 മണി മഴ അഥവാ 4 o'clock റെയിൻഫാൾ എന്നൊക്കെ ചെയ്യുന്നുണ്ട്, വിളിക്കുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ ഇതിന്റെ പൊന്നു മക്കൾ പഠിച്ചു വെക്കണം. ഇനി ഈ ചാപ്റ്ററിൽ തന്നെ ക്ലോസ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വേറെയുണ്ട്. എപ്പോൾ പറഞ്ഞിരുന്നല്ലേ മക്കളെ, ഇന്ന് രാത്രി കൃത്യം 7:00 വരാൻ മറക്കണ്ട. വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് തീരാ നഷ്ടം. കാരണം അത്രയും അടിപൊളി ക്വസ്റ്റ്യൻസ് ഞാൻ വേറെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അത് ഇവിടെ അല്ല, ഇതിന്റെ കുറച്ച് വേറെ വേർഷൻ ആയതുകൊണ്ട് നമ്മൾ ലൈവിൽ തരും. ഓക്കെ, അപ്പൊ ഇനി രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ പതിയെ കിടക്കണം മക്കളെ. രണ്ടാമത്തെ ചാപ്റ്ററിന്റെ ഇത് നോക്കിയോളി. ഇത്രയും ക്ലൈമാറ്റിക് റീജിയൻസ് നമുക്കുണ്ട്, 8 എണ്ണം അല്ലേ. ഈ 8 എണ്ണത്തിൽ നമുക്ക് ഒരിക്കലും ചോദിക്കൂല എന്ന് ഉറപ്പുള്ള 2 ഏരിയ, ഒന്നാമത്തെയും അവസാനത്തെയും ആളാണ്. കാരണം ഇവർ നമ്മൾ 3ാമത്തെ ചാപ്റ്റർ പഠിക്കുന്നുണ്ട്. സോ ഈ ഇടയിലുള്ള 2 മുതൽ 7 വരെയുള്ള ഈ 6 ആളുകൾ മക്കളെ, അവല് ഫർല അത് നിർബന്ധമാണ്, അത് പഠിച്ചിട്ട് തന്നെ പോകണം. ഓക്കെ, ഇനി ഇതിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാ മാഷേ എന്ന് ചോദിക്കുമ്പോൾ ഇതിന്റെ മക്കൾക്ക് ഞാൻ ഇപ്പോഴേ പറഞ്ഞുതരാൻ ടോപ്പിക്കുകൾ. സാവന്നെ കഴിഞ്ഞ കൊല്ലം ചോദിച്ചു, അതുകൊണ്ട് ചാൻസ് കുറവാണ്, അത് മനസ്സിലാക്കി വെക്കുക. ഉഷ്ണ മരുഭൂമികളിൽ ഒരു ചോദ്യം ഞാൻ കഴിഞ്ഞ കൊല്ലം ചോദിച്ചെങ്കിലും കാണുന്നുണ്ട്. രണ്ടാമത്തെ മെഡിറ്ററേനിയൻ മക്കൾ 100% ചോദിക്കാൻ ചാൻസ് കൂടുതലായതാണ്. അത് മിതോഷ്ണ പുൽമേടുകൾ കഴിഞ്ഞ പോലെ ഒരുപാട് മോഡൽ വന്നു, പക്ഷേ വന്നിട്ടില്ല, എക്സാം പേപ്പറിൽ വന്നിട്ടില്ല. സോ അതുകൊണ്ട് ഒരു പക്ഷേ അതിൽ നിന്നും ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. സോ ഞാൻ ഇവിടെ കാണുന്നത്, എടാ മക്കളെ, ഒന്നാമത്തെ ചാപ്റ്ററിൽ മൺസൂൺ എന്ന് പറയുന്ന മഴയുടെ ഭാഗത്ത് ചോദ്യമില്ലെങ്കിൽ നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററിൽ മൺസൂണിനെ കുറിച്ച് ചോദ്യം വന്നിരിക്കും. ഇനി അവിടുന്ന് ചോദ്യം മൺസൂണിനെ കുറിച്ച് വന്നാൽ മക്കളെ, ഇവിടെ നിങ്ങൾക്ക് 3 ഏരിയ ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു ഏരിയയിൽ നിന്നായിരിക്കും ചോദ്യം ഉണ്ടാവുക. സോ കുറച്ച് ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. കഴിഞ്ഞ കൊല്ലം ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ഞാൻ പരിചയപ്പെടുത്തി തരാം മക്കളെ. ഇതേ പാറ്റേൺ മറക്കരുത്. ക്വസ്റ്റ്യൻ സിമ്പിൾ ആവുകയാണെങ്കിൽ ഇതേ മോഡൽ പറഞ്ഞു, ഇതേ മോഡൽ 2026 SSLC ഓണം എക്സാമിനേഷന് നമ്മളോട് ചോദിച്ചിരിക്കും. ഓക്കെ, അത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, ഇതാ നോക്കിക്കോ. ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ. ഓക്കെ, അത് വേറെ ഒന്നുമില്ല. ഇതിന്റെ ലാറ്റിറ്റ്യൂഡിൽ എക്സ്റ്റൻഷൻ എത്രയെന്ന് ചോദിച്ചു. അതായത് ബിറ്റ്വീൻ 0 ഡിഗ്രി ആൻഡ് 10 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്സ് ഇൻ ബോത്ത് ഹെമിസ്ഫിയർ. അത് 2 അർദ്ധഗോളങ്ങളിലും ഭൂമധ്യരേഖയിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, 10 ഡിഗ്രി മുകളിലേക്കും 10 ഡിഗ്രി താഴേക്കുമായിട്ടാണ് ഇത് കാണപ്പെടുന്നത്. അതാണ് 0 ഡിഗ്രി മുതൽ 10 ഡിഗ്രി വരെ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ എന്താ കണ്ടുപിടിക്കുന്നത്, ആനുവൽ ആവറേജ് ടെമ്പറേച്ചർ. ഓക്കെ, അതേപോലെ തന്നെ എന്താ വെജിറ്റേഷന്റെ ടൈപ്പ്, ലൈവ്ലിഹുഡ്. ഇതേപോലെ നമുക്ക് ആരെ കുറിച്ചാണ് ചോദിച്ചത്, സാവന്നെ കുറിച്ച് കഴിഞ്ഞ കൊല്ലം ചോദിച്ചു. ഇക്കൊല്ലം നമുക്ക് ആരെ കുറിച്ച് ചോദിക്കാം, മെഡിറ്ററേനിയനെ കുറിച്ച് ഒരു പക്ഷേ ചോദിക്കാം, അല്ലെങ്കിൽ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് അഥവാ മിതോഷ്ണ പുൽമേടുകളെ കുറിച്ച് നമുക്ക് ഒരു പക്ഷേ ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നല്ല വൃത്തിക്ക് ഈ പാറ്റേൺ പഠിക്കണം. അപ്പോൾ എന്തൊക്കെ ശ്രദ്ധിച്ചു വെക്കേണ്ടത്, ഒന്ന് താപനിലയെ കുറിച്ച്, അക്ഷാംശ വ്യാപ്തി പഠിക്കണം, അതേപോലെ വാർഷിക താപനില പഠിക്കണം, സസ്യങ്ങളെ പഠിക്കണം, ഉപജീവന മാർഗ്ഗങ്ങൾ പഠിക്കണം. ഇത്രയും കാര്യങ്ങൾ ഷോർട്ട് ആക്കിയിട്ട് മക്കൾ എന്ത് ചെയ്യണം, ഒന്ന് മനസ്സിലാക്കി വെക്കണം. ഇനി ഇവിടെ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ കൊല്ലം ഓണം എക്സാമിനേഷന് ചോദിച്ചു, കഴിഞ്ഞ കൊല്ലം SSLC പബ്ലിക്കിന് ചോദിച്ചു. ഇത് ഒരു പക്ഷേ നമുക്ക് ഇനിയും റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ, സ്റ്റാർ വാല്യൂ ഉള്ള ക്വസ്റ്റ്യൻ. അടാ ഞാൻ വീണ്ടും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു, SSLC 2026 ഓണം എക്സാമിനേഷന് 2 മാർക്കിന് നിങ്ങളോട് ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യം മരുഭൂമിയിലെ ഈ ചോദ്യമായിരിക്കും. എന്താ ചോദ്യം മക്കളെ, ട്രോപ്പിക്കൽ റീജിയൻ അതായത് ഹോട്ട് ഡെസേർട്ട് ആർ ലൊക്കേറ്റഡ് മോസ്റ്റ്ലി ഓൺ ദ വെസ്റ്റേൺ മാർജിൻസ് ഓഫ് ദ കോണ്ടിനെന്റ്. വാട്ട് ഈസ് ദ റീസൺ? മക്കളെ, ഉഷ്ണമേഖലയിലെ വൻകരകളുടെ പടിഞ്ഞാറൻ ഭാഗങ്ങളിലായിട്ടാണ് ഉഷ്ണമരുഭൂമികൾ പൊതുവെ കാണപ്പെടുന്നത്. എന്തുകൊണ്ടാ? വേറൊന്നുമില്ല, സിമ്പിളാ മക്കളെ. ഇവിടൊക്കെ നോക്കിയാണ്, ഇവിടുന്നൊക്കെ നല്ല കടൽ
നിന്ന് നല്ല ശുദ്ധമായ വെള്ളം കാറ്റിൽ ലയിച്ചുകൊണ്ട് ഇങ്ങനെ ഈർപ്പമുള്ള കാറ്റിങ്ങനെ വരികയാണ്. ഈ കാറ്റ് നമുക്കറിയാം, നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്, ട്രേഡ് വിൻഡ് എന്ന് അതിനെ വിളിക്കാറുള്ളത്, അഥവാ വാണിജ്യവാദങ്ങൾ. ഈ കാറ്റിങ്ങനെ ഒരുപാട് ദൂരം സഞ്ചരിക്കുമ്പോൾ അതിലുള്ള മോയിസ്ചർ കണ്ടന്റ്, വെള്ളത്തിന്റെ അംശം മുഴുവൻ വറ്റിപ്പോവും. അങ്ങനെ വറ്റി 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 പടിഞ്ഞാറൻ ഭാഗത്ത് അഥവാ വെസ്റ്റേൺ മാർജിൻസിൽ, ഓരോ കോണ്ടിനെന്റിന്റെയും വെസ്റ്റേൺ മാർജിൻസിൽ അഥവാ വൻകരയുടെ പടിഞ്ഞാറ് ഭാഗത്ത് എത്തുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇതിൽ വെള്ളമൊക്കെ നഷ്ടപ്പെട്ട് അവിടെ ചൂടായി വർഷം മുഴുവൻ ചൂട് കാറ്റ് അടിച്ചടിച്ചടിച്ച് എന്ത് ചെയ്യും, യെസ് അവിടെ മരുഭൂമിയായിട്ട് മാറും. സോ എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത് ഇതാണ് എൻ്റെ ഫോർമേഷൻ. ഈ രണ്ട് പോയിന്റ് പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ സെറ്റാണ്, അടിപൊളിയാണ്. ഇത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാത്തറിയോ? നമുക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ വീഡിയോ തീർക്കണം. നിങ്ങൾക്ക് ഈ 70 മാർക്കിന്റെ അടുത്തേക്ക് അഥവാ 60+ മാർക്ക് എത്തിച്ചു തരണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. സോ മനസ്സിലാക്കിക്കോ. അടുത്തൊരു ക്വസ്റ്റ്യൻ, പ്രിപ്പയർ എ നോട്ട് കമ്പയറിംഗ് ദ ലൈഫ് സ്റ്റൈൽ ഓഫ് പീപ്പിൾ ആൻഡ് ദെയർ മീൻസ് ഓഫ് ലൈവ്ലിഹുഡ് ദ സാവന്ന ക്ലൈമാറ്റിക് റീജിയൻ ആൻഡ് ദ ഹോട്ട് ഡെസേർട്ട്. മക്കളെ, സാവന്ന കാലാവസ്ഥാ മേഖലയിലെയും ഉഷ്ണ മരുഭൂമിയിലെയും അവിടുത്തെ ആളുകളുടെ ജീവിത രീതിയും ഉപജീവന മാർഗ്ഗം അഥവാ ലൈവ്ലിഹുഡ് എന്തൊക്കെയാണ് ചോദിക്കുന്നത്. നോക്കിക്കോ. ഇവിടുത്തെ ഹ്യൂമൻ ആക്ടിവിറ്റി അഥവാ മനുഷ്യ പ്രവർത്തനം അത്ര ആലോചിച്ചാൽ മതി. ഇവിടുത്തെ ലൈവ്ലിഹുഡ് അഥവാ ഉപജീവന മാർഗ്ഗം എന്ന് പറയുമ്പോൾ അഗ്രികൾച്ചർ ആൻഡ് ആനിമൽ ഹസ്ബൻഡറി, കൃഷിയും മൃഗപരിപാലനവുമാണ്. രണ്ടാമത്തെ ഇവിടെ ട്രൈബൽ ഗ്രൂപ്പ് ഉണ്ട്, അതാണ് മസായി ഗോത്രം. ജസ്റ്റ് മനസ്സിലാക്കി വെച്ചോ, ആവശ്യമുണ്ട്. രണ്ടാമത്തെ ഇവിടുത്തെ ഹ്യൂമൻ ആക്ടിവിറ്റി, ഇവിടുത്തെ ഹോട്ട് ഡെസേർട്ടിലെ ഹ്യൂമൻ ആക്ടിവിറ്റി, അവിടെ ലൈവ്ലിഹുഡ് അഗ്രികൾച്ചറും ആനിമൽ ഹസ്ബൻഡറി, നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം നോട്ട് ഡിഫറൻറ്റ്. കൃഷിയും മൃഗപരിപാലനം ഉണ്ട്, അതിൻ്റെ കൂടെ ഇവിടുത്തെ കുറേ പ്രധാനപ്പെട്ട സാമ്പത്തിക പ്രവർത്തനം ഉണ്ട്. ഓക്കെ, എക്കണോമിക് ആക്ടിവിറ്റി ഉണ്ട്. മിനറൽ മൈനിങ്ങും ഓയിൽ മൈനിങ്ങും അഥവാ ധാതു ഖനനവും പെട്രോളിയം ഖനനവും. ധാതുക്കൾ മിനറൽസ് ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാ. ഏതൊക്കെയാണ്? ഗോൾഡ് ഉണ്ട്, കോപ്പർ ഉണ്ട് അല്ലേ. അതേ സമയത്ത് പെട്രോളിയം അഥവാ ഓയിൽ മൈനിങ്ങോട് വെച്ചാൽ സഹാറ മരുഭൂമിന്നും അതുപോലെ തന്നെ നമുക്കറിയാം അറേബ്യൻ മരുഭൂമിന്നും. അത് മറക്കരുത്. ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട എക്കണോമിക് ആക്ടിവിറ്റി. സോ സെറ്റ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോടാ. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, പ്രിഡിക്റ്റ് ചെയ്യാൻ വിട്ടുപോയി. നമുക്ക് 2026 SSLC ഓണം എക്സാമിനേഷന് എൻ്റെ മക്കളോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതായിരിക്കും. ഓക്കെ, ഇനി മക്കളെ പിടിച്ചോ. അടുത്തൊരു ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 3 യുണീക് ഫീച്ചേഴ്സ് ഓഫ് ദ മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയൻ. മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖലയിലെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3 സവിശേഷതകൾ എഴുതുക. നമുക്കറിയാം ഇത് 30 മുതൽ 45 ഡിഗ്രി വരെയാണ്, അതൊന്നും എഴുതേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടുത്തെ ക്ലൈമാറ്റിക് ഫീച്ചേഴ്സ് നോക്കിക്കൂടാ, കറക്റ്റോടെ 5 പോയിന്റ് കൊടുത്തിട്ടുണ്ടാവും. ഈ 5-ൽ 3 എഴുതാൻ പറ്റണം. ഡ്രൈ സമ്മർ ആൻഡ് ഹ്യൂമിഡ് വിന്റർ. നിങ്ങൾ ആലോചിക്കുകയാണ്, മെഡിറ്ററേനിയൻ എന്ന് പറയുമ്പോൾ മെഡി ആദ്യം കേൾക്കുന്നത് ഡി എന്ന സൗണ്ടാ. ഡി ഫോർ ഡ്രൈ. യെസ്, അപ്പോൾ സമ്മറിനെ കുറിച്ച് ആലോചിച്ച് നോക്കി. ഡ്രൈ സമ്മർ, നേരെ ഓപ്പോസിറ്റ് ഹ്യൂമിഡ് വിന്റർ ആർ എക്സ്പീരിയൻസ്ഡ് അല്ലെ. വരണ്ട വേനൽക്കാലവും ആർദ്ര ശൈത്യകാലവും അനുഭവപ്പെടുന്നു. സമ്മർ ടെമ്പറേച്ചർ റേഞ്ചസ് ഫ്രം 20 ഡിഗ്രി സെൽഷ്യസ് ടു 25 ഡിഗ്രി സെൽഷ്യസ്. വേനൽക്കാല താപനില 20 മുതൽ 25 വരെയാണ്. ഇതിന് അടുത്ത് നോക്കിക്കോളാം, ഹയസ്റ്റ് വിന്റർ ടെമ്പറേച്ചർ അതായത് ശൈത്യകാലത്തുള്ള ഉയർന്ന താപനില എന്ന് പറയുന്നത് 10 ഡിഗ്രി ടു 16 ഡിഗ്രിയാണ്. അതേപോലെ ഇവിടുത്തെ റെയിൻഫാൾ എന്ന് പറയുന്നത് 30 മുതൽ 75 സെന്റിമീറ്റർ ആണ്. ഈ മഴ പെയ്യാനുള്ള കാരണം വെസ്റ്റർലീസ് അഥവാ പശ്ചിമവാദങ്ങളാണ്. സെറ്റാണ്, അടിപൊളിയാണ്. ഇവിടുത്തെ ഹ്യൂമൻ ആക്ടിവിറ്റി മക്കളെ ഈ ക്വസ്റ്റ്യൻ ഇട്ടിട്ടില്ല, പക്ഷെ ഞാൻ ഒന്നുകൂടി പറയുന്നു. ഒരു 3 മാർക്കിന്റെ ചോദ്യം ഞാൻ എൻ്റെ മനസ്സിൽ കാണുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മക്കളെ ഞാൻ പറയുന്നു, 2026 SSLC ഓണം എക്സാമിനേഷന് എൻ്റെ മക്കളോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മനുഷ്യ പ്രവർത്തനങ്ങളെ കുറിച്ചായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതാ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആർ കൾട്ടിവേറ്റഡ്, പഴവർഗ്ഗങ്ങളും പച്ചക്കറിയും കൃഷി ചെയ്യുന്നുണ്ട്. ദ വേൾഡ് ഈസ് ലീഡിംഗ് പ്രൊഡ്യൂസേഴ്സ് ഓഫ് വൈൻ ഉൽപാദനം, ലോകത്തിൽ ഏറ്റവും കൂടുതൽ വൈൻ ഉൽപ്പാദിപ്പിക്കുന്ന കാലാവസ്ഥാ മേഖല ഇതാണ്. അതുപോലെ തന്നെ 70% ഓഫ് സിട്രസ് ഫ്രൂട്ട് എക്സ്പോർട്സ് കം ഫ്രം ദ മെഡിറ്ററേനിയൻ കൺട്രീസ്. അതായത് നാരക ഫലങ്ങളുടെ 70% കയറ്റുമതി നടക്കുന്നത് ഈ കാലാവസ്ഥാ മേഖലയിൽ നിന്നാണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ക്ലൈമറ്റ് ഇൻ ടെമ്പറേച്ചർ ഗ്ലാസ്. അതിന് മിതോഷ്ണ പുൽമേടുകളിലെ കാലാവസ്ഥ സവിശേഷതകൾ എന്തൊക്കെയാണ് ഇതാണ്. സംഭവം സിമ്പിളാണ്. ഇവിടൊക്കെ നമുക്കറിയാം ഷോർട്ട് സമ്മറാ കണ്ടോ. ഷോർട്ട് സമ്മർ ആൻഡ് ലോങ് വിന്റർ ആർ എക്സ്പീരിയൻസ്ഡ്. അതായത് ചുരുങ്ങിയ വേനൽക്കാലവും ദീർഘമായ ശൈത്യകാലവും അനുഭവപ്പെടുന്നു. സമ്മർ ടെമ്പറേച്ചർ എക്സ്പീരിയൻസ്ഡ് ഇൻ ഹൈ എന്നല്ല, ഹൈ ഇൻ ഇന്റീരിയേഴ്സ്. ഓക്കെ, ഹൈ എന്ന് ആലോചിച്ച് നോക്കി, ഹൈ ഇൻ ഇന്റീരിയേഴ്സ്. അതെ, ഉൾപ്രദേശങ്ങളിൽ കൂടുതലാണ് കണ്ടോ. ഉൾപ്രദേശങ്ങളിൽ വേനൽക്കാല താപനില കൂടുതലാണ്. വിന്റർ ടെമ്പറേച്ചർ റേഞ്ചസ് ഫ്രം 2 ഡിഗ്രി സെൽഷ്യസ് ടു 13 ഡിഗ്രി സെൽഷ്യസ്. ശൈത്യകാല താപനില 2 മുതൽ 13 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. അതേപോലെ എന്താണ്, ആനുവൽ റെയിൻഫാൾ റേഞ്ചസ് ഫ്രം 25 സെന്റിമീറ്റർ ടു 60 സെന്റിമീറ്റർ. യെസ്, 25 മുതൽ 60 സെന്റിമീറ്റർ വരെയാണ് വാർഷികമായ. ഓക്കെ, ഇതെന്തുകൊണ്ടാണ് പെട്ടെന്ന് പോകുന്ന വെച്ച് വേറെ ഒന്നുമല്ല മക്കളെ. ഞാൻ വീണ്ടും പറയുന്നു, ലൈവിൽ ഇതിന് വിശദമായിട്ട് പറയും മക്കളെ. 100% ഇത് എഴുതി ഒപ്പിട്ട് തരാൻ പോകുന്നു ഒരു ക്വസ്റ്റ്യൻ. നമുക്കിതാ SSLC 2026 ഓണം എക്സാമിനേഷന് എൻ്റെ പൊന്നു മക്കളെ 100% എഴുതി വെച്ചോ. 2 മാർക്കിന് നിങ്ങളോട് ചോദിക്കാൻ പോകുന്ന ചോദ്യം ഗോത്ര വിഭാഗങ്ങളെ കുറിച്ചായിരിക്കും. ഇവിടെ പ്രധാനമായിട്ടും മക്കളെ കഴിഞ്ഞ കൊല്ലം ഇവിടുന്ന് 2 ചോദിച്ചു ഫിൽ ഇൻ ദ ബ്ലാങ്ക് ആയിട്ട്. ഇപ്പൊ മാച്ച് ദ ഫോളോയിങ് ആയിട്ടോ അല്ലെങ്കിൽ ഇതേപോലെ ഫിൽ ഇൻ ദ ബ്ലാങ്ക് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇക്വറ്റോറിയൽ അഥവാ ഭൂമധ്യരേഖയിൽ കാണപ്പെടുന്ന ഗോത്ര വിഭാഗം പിഗ്മി ആണ്. ഓക്കെ, അത് കിട്ടി. രണ്ടാമത്തേതാണ് അവിടെ ഒഴിച്ചിട്ടുണ്ട് മസായി ഗോത്രം എവിടെയാണ് കാണപ്പെടുന്നത്. നമുക്കറിയാം മസായി സാവന്നയിൽ കാണപ്പെടുന്നു അല്ലെ, നമ്മൾ പഠിച്ച സാധനം. അവസാനം ദ ഹോട്ട് ഡെസേർട്ട് അഥവാ ഉഷ്ണ മരുഭൂമിയിലുള്ള ഏതാണ്. യെസ്, ഇവിടെ ഉള്ളതാണ് ബുഷ്മെൻ എന്ന് പറയുന്നത്. സോ ഇത് സെറ്റാണ്. കഴിഞ്ഞ കൊല്ലം
ISA ഓർ ക്വസ്റ്റ്യൻ ISA ചോദിച്ചൊരു ചോദ്യം, ഓണം എക്സാമിന് ചോദിച്ച ചോദ്യം എന്താ, ഹൗ ഡസ് ക്ലൈമറ്റ് ചേഞ്ച് അഫക്ട് ഹ്യൂമൻ ലൈഫ്? ഇനിയും ഈ ക്വസ്റ്റ്യൻ ചോദിക്കും. കാലാവസ്ഥാ വ്യതിയാനം മനുഷ്യ ജീവിതത്തെ എങ്ങനെയെല്ലാം ബാധിക്കുന്നു? ഈ സെയിം കോൺസെപ്റ്റ് വേറെ രീതിയിൽ ഇൻഡയറക്റ്റ് 100% നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിരിക്കും മക്കളെ, കണ്ടിരിക്കും. സോ അതിൽ ഉൾപ്പെടുത്തേണ്ട പോയിന്റുകൾ ഗ്ലോബൽ വാർമിംഗ് അഥവാ ആഗോളതാപനം എന്താണെന്നൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞതാ. അതേപോലെ ഗ്ലേഷ്യസ് ആർ മെൽറ്റിംഗ്, ഹിമാനികൾ മഞ്ഞുപർവ്വതം ഉരുകുന്നത്, അതുപോലെ റൈസിംഗ് ദ സീ ലെവൽ അല്ലെ സമുദ്രജലനിരപ്പ് ഉയരുന്നത്, ചേഞ്ച് ഇൻ റെയിൻഫാൾ മഴ ലഭ്യതയിലുള്ള മാറ്റം, അത് അഗ്രികൾച്ചർ ക്രോപ്പ് ഫെയിലിയർ അഥവാ കാർഷിക വിളനാശം, വാട്ടർ ഷോർട്ടേജ് ജലക്ഷാമം, നാച്ചുറൽ ഡിസാസ്റ്റർ പ്രകൃതി ദുരന്തങ്ങൾ. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇപ്പോൾ സമയമില്ല. ഇത് ഈ ഒരു പോയിന്റുകൾ ഉൾപ്പെടുത്തി തള്ളി മറിച്ച് ഒരു അരപ്പാച്ച് മുക്കാ പേജ് ആക്കി കഴിഞ്ഞാൽ അവിടെ 5 മാർക്ക് സെറ്റ്. ഓക്കെ, ഇനി ഇങ്ങനെ ഇന്റർനാഷണൽ ഇനീഷ്യേറ്റീവ്സ് ടു പ്രൊട്ടക്ട് എൻവയോൺമെന്റ് ആൻഡ് ക്ലൈമറ്റ്, അതുമായി ബന്ധപ്പെട്ടുണ്ട് മക്കളെ. ആ പേജ് നമ്പർ 54 ജോഗ്രഫിയിലെ പേജ് നമ്പർ 54 ഇങ്ങനെ സാധനം ഉണ്ട്. അതിൽ 1, 2, 3 അവസാനത്തെ ഈ 1 ഇത് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം. മേ ബി മാച്ച് ദ ഫോളോയിങ്ങിൽ 1 മാർക്കിന് ചോദ്യമായിട്ട് വരും, അല്ലെങ്കിൽ ഇത് 2, 3 മാർക്കിന് ചോദ്യമായിട്ട് വരാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് മക്കളോട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. സോ ഇതെല്ലാവർക്കും സെറ്റാണ് എന്ന് കരുതുന്നു. പിന്നെ ഇവിടുത്തെ ഒരൊറ്റ ക്വസ്റ്റ്യനോട് ഉണ്ട്, കാലാവസ്ഥ മാറ്റം പ്രധാനമായിട്ട് 2 ഉണ്ടല്ലേ, ക്ലൈമറ്റ് ചേഞ്ച് ആർ 2 ടൈപ്സ്. അത് ഏതൊക്കെ കുറച്ച് പേരോട് ലിസ്റ്റ് ചെയ്യാൻ പറയും, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു സെമിനാർ തയ്യാറാക്കാൻ പറയും. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ക്വസ്റ്റ്യൻ വരും. സോ മക്കൾ എന്ത് ചെയ്യണം, അത് കറക്റ്റ് ആയിട്ട് കൊടുക്കണം. ഇതിന്റെ വിശദവിവരമില്ലാത്ത കൃത്യം എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ ലൈവിൽ പറയുന്നുണ്ട്. അതുപോലെ അവസാനം മാപ്പ് മാർക്കിങ്ങിലെ ഒരു പ്രഡിക്ഷൻ കൂടി ഞാൻ എന്ത് ചെയ്യുന്നു ഇവിടെ ഇട്ട് തരുന്നു. കണ്ടോ, ഇങ്ങനെ എന്ത് ചെയ്യും, ABCD 4 സാധനങ്ങൾ തരും, എന്നിട്ട് ഈ മാപ്പ് നിങ്ങൾക്ക് സെപ്പറേറ്റ് എന്ത് ചെയ്യും തന്നിട്ടുണ്ടാവും. സോ അതിൽ അടയാളപ്പെടുത്തുക. അതാ നോക്കിയോ, അടയാളപ്പെടുത്തുക. കാലമേ ഒന്നാമത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ ഉഷ്ണമരുഭൂമി, ലാർജസ്റ്റ് ഹോട്ട് ഡെസേർട്ട് ഇൻ ദ വേൾഡ്, എല്ലാവർക്കും അറിയാം അത് ആരാണ്? അത് സഹാറയാണ്, സഹാറ മരുഭൂമിയാണ്. രണ്ടാമത് മെഡിറ്ററേനിയൻ കടലിന് ചുറ്റുമായി കാണപ്പെടുന്ന ഏതാണ്? യെസ്, അത് മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖല തന്നെയാണ് അല്ലോ, അതിന് വേറെ സംശയമൊന്നുമില്ലല്ലോ. ഇത് ക്ലൈമാറ്റിക് റീജിയൻ ഫൗണ്ട് അലോങ് ദ കോസ്റ്റ് ഓഫ് ദ മെഡിറ്ററേനിയൻ. അത്രയുള്ള സിമ്പിളാ. ഇനി ഏഷ്യയിലെ മിതോഷ്ണ പുൽമേട്, ഏഷ്യയിലെ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം സ്റ്റേപ്പീസ് അല്ലെ. ഏഷ്യയിലാണ് ഏറ്റവും കൂടുതൽ ആളുകളുള്ളത്. അവിടെ ചെവിയിലൊക്കെ ചെപ്പിണ്ട് നമ്മളൊരു കണക്ഷൻ പറഞ്ഞു. സോ അത് മറക്കരുത്, സെറ്റാക്കി വെക്കണം. ഇനി എങ്ങനെ മാഷി മാപ്പ് മാർക്ക് ചെയ്യുക, എങ്ങനെ മാഷി ഇത് കണക്ട് ചെയ്ത് വെക്കുക, എങ്ങനെ ഇത് പഠിപ്പിച്ച് നിങ്ങൾ പറഞ്ഞു തരുമെന്ന് ചോദിക്കുകയാണെങ്കിൽ അവരോട് ഞാൻ പറയുന്നു, ഞങ്ങൾ 2 ദിവസം മുമ്പ് മാപ്പിന്റെ ഒരു വീഡിയോ വെറും 14 മിനിറ്റുള്ളൂ, അത് കണ്ടാൽ ആ 4 മാർക്ക് 100% ഞാൻ ഗ്യാരണ്ടി പറയുന്നു നിങ്ങൾക്ക് കിട്ടിയിരിക്കും. സോ ആ 14 മാർക്കിന്റെ വീഡിയോ നിങ്ങൾ കാണാൻ മറക്കല്ലേ. കണ്ടതിന് ശേഷം അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്താനും മറക്കല്ലേ. ഓക്കെ, അവസാനത്തെ സ്തൂപികാഗ്ര വൃക്ഷം എന്ന് പറയുമ്പോൾ തന്നെ അഥവാ കോണിഫറസ് ട്രീസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിലേക്ക് വരുന്ന വേറെ ഒന്നുമല്ല മക്കളെ, അത് ടൈഗയാണ്. സോ ഇത് എങ്ങനെ അടയാളപ്പെടുത്തും എന്നുള്ള കാര്യം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് 15 മിനിറ്റിന്റെ ആ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. സോ അത് കണ്ടാൽ ആ 4 മാർക്ക് ഞാൻ ഗ്യാരണ്ടി തരും, സെറ്റാക്കി തരും. ഇനി അതിന്റെ പ്രഡിക്ഷൻ നമ്മൾ എന്ത് ചെയ്യും, ഇന്ന് രാത്രി കൃത്യം 7:00 നമ്മളുടെ ലൈവിലേക്ക് കൊണ്ടുവരും. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ വീണ്ടും പ്രഡിക്റ്റ് ചെയ്യുന്നു. 2026 ഓണം എക്സാമിന് എന്റെ മക്കളോട് മാപ്പിൽ നിന്നും ഈ ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒക്കെ ചോദിച്ചിരിക്കും. സെറ്റാണ്. അതുകൊണ്ട് ഒന്നുകൂടി പറയുന്നു മക്കളെ, 2026 ഓണം എക്സാമിനേഷന് നിങ്ങൾ മാപ്പ് മാർക്കിംഗിൽ ചോദിക്കാൻ പോകുന്ന പ്രധാന ചോദ്യം ഇതായിരിക്കും അല്ല മാഷേ? യെസ് വരുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. സോ എന്റെ മക്കൾ എന്ത് ചെയ്യാം, നല്ല കുട്ടികളായിട്ട് പഠിക്കുക. ഇതല്ല ഇവിടെ ഇത് കൊടുത്തു. യെസ്, അപ്പൊ നിങ്ങളോട് പറയാനുള്ളത് വേറെ ഒന്നുമല്ല മക്കളെ, നമ്മൾ എക്സാമിന്റെ മൊഡ്യൂൾ ബുക്ക് എന്താ സാറിന് പ്രത്യേകത, ഓണം എക്സാമിനേഷനുള്ള എല്ലാ സാധനങ്ങളും ഈ ഒരു മെറ്റീരിയൽ ഇതിലുണ്ട്. 499 രൂപ മാത്രമാണ് വില വരുന്നത്. വിലമോ തുച്ഛം ഗുണമോ മെച്ചം. യെസ്, അടിപൊളി ചെറിയ പ്രൈസ്. ഇതിന് ഈ നമ്പറിലേക്കാണ് വിളിച്ചാൽ മതി, സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളിട്ടോ. ഇനി മറ്റൊരു കാര്യം മക്കളെ, നമ്മൾ ഈ ലൈവിന്റെ ഇന്ന് രാത്രി ലൈവിന്റെ പ്രൊഡിക്ഷൻ നടക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ക്വസ്റ്റിനും ഉൾപ്പെടുത്തി ആൻസേഴ്സ് ഉണ്ടാവും. അതിന്റെ നോട്ട് ഇമ്പോർട്ടന്റ് ആണ്. നോട്ട് എങ്ങനെ കിട്ടുക? നമ്മുടെ ഓണം സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്ത് വെച്ചോ, സെറ്റ് ആക്കി വെച്ചോ. ഇനി അടുത്ത് AD സാർ നമ്മളെ അടിപൊളിയായിട്ട് അവസാനത്തെ ചാപ്റ്റർ എക്സാമിന് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. പല ആൾക്കാർക്ക് ഇത് എടുത്തിട്ടില്ല എന്ന് കംപ്ലൈന്റ് പറയുന്നുണ്ട്. പല ആൾക്കാരും ഇത് എടുത്തു പക്ഷെ ഒന്നും മനസ്സിലാക്കിയാൽ പറഞ്ഞവരുണ്ട്. പക്ഷെ ഞങ്ങൾ പറയുന്നു ഇതിൽ ഫുള്ള് ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല. ഇനി ഉണ്ടാവുകയാണെങ്കിൽ എടുക്കാത്ത ആൾക്കാർക്ക് മാറ്റി തന്നിരിക്കും അല്ലെ. എടുത്ത ആൾക്കാർ പഠിച്ചു പോയിക്കോളി, അല്ലെങ്കിൽ നിങ്ങൾ പെടും. ഓക്കെ, എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചു. എടുക്കാത്ത ആൾക്കാർ എന്ത് ചെയ്യാ, സെറ്റ് പകുതി വരെ പഠിച്ചു. അടിച്ചു പൊളിച്ചാൽ 5 ക്വസ്റ്റ്യൻ കൊടുക്കി. ഞങ്ങൾ ആകെ 5 ക്വസ്റ്റ്യൻ, അതായത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ 5 ക്വസ്റ്റ്യൻ മാത്രമാണ് പറയുന്നത്. നമുക്ക് പ്രഡിക്ഷൻ എന്ത് ചെയ്യാം, രാത്രി നമുക്ക് അടിപൊളിയാക്കി ചെയ്യാം. ആരും വരെ മറക്കല്ലേ. യെസ് മക്കളെ, അപ്പൊ നമ്മുടെ 4ാമത്തെ ചാപ്റ്ററിൽ കൺസ്യൂമർ റൈറ്റ്സ് ആൻഡ് പ്രൊട്ടക്ഷൻ, ഉപഭോക്തൃ അവകാശങ്ങൾ സംരക്ഷണവും എന്ന ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏറ്റവും പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാൻ എന്ത് ചെയ്തിട്ടുള്ളൂ, ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ആദ്യത്തെ ക്വസ്റ്റ്യൻ മക്കളെ, നമ്മുടെ ഉപഭോക്തൃ സംരക്ഷണ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യങ്ങൾ മക്കളെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ മൂവ്മെന്റ്? എന്തായാലും പഠിച്ചു വെച്ചോ. ഈ ഉപഭോക്തൃ സംരക്ഷണ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യങ്ങൾ അത് ആദ്യം മനസ്സിലാക്കുക. 1966 രൂപീകരിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ ഈ കാര്യം കൂടെ മക്കളൊന്ന് നോക്കിയോ. 1966 മുംബൈയിലാണ്
കൺസ്യൂമർ ഗൈഡൻസ് സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ രൂപീകരണത്തോടെയാണ് ഈ ഉപഭോക്തൃ സംരക്ഷണ പ്രസ്ഥാനം ആരംഭിച്ചത് എന്നുള്ള കാര്യം നിങ്ങൾ ഈ ഒരു ഒറ്റ ലൈന് മാത്രം എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് മക്കൾ പഠിച്ചു വെക്കുക കേട്ടോ. അതിനുശേഷം നിങ്ങൾ ഈ ലക്ഷ്യങ്ങളും കൂടി അങ്ങ് പഠിച്ചു വെച്ചാൽ സംഭവം സെറ്റാണ്. ഉറപ്പായിട്ടും ഈ ഭാഗത്ത് ചോദ്യങ്ങൾ ഉണ്ടാവും, 100% ഉറപ്പാണ് കേട്ടോ. നോക്കിക്കോ, ടു പ്രൊട്ടക്ട് കൺസ്യൂമർ റൈറ്റ്സ് അല്ലേ, ഉപഭോക്തൃ അവകാശങ്ങൾ സംരക്ഷിക്കുക, ടു പ്രിവെന്റ് ഫ്രോഡ്സ് വഞ്ചനകൾ തടയുക, ടു എംപവർ കൺസ്യൂമേഴ്സ് ഉപഭോക്താക്കളെ ശാക്തീകരിക്കുക അല്ലേ, പിന്നെന്താ ടു ലെജിസ്ലേറ്റ് നിയമനിർമ്മാണം നടത്തുക, നിയമങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുക, അതുപോലെ തന്നെ ടു എൻഷുർ ക്രെഡിബിലിറ്റി ഓഫ് അഡ്വർടൈസ്മെന്റ് പരസ്യങ്ങളുടെ വിശ്വാസം ഉറപ്പാക്കുക. നമുക്കറിയാം പലതരത്തിലുള്ള പരസ്യങ്ങൾ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്, അതിന് എന്ത് വിശ്വാസമാണുള്ളത് അല്ലേ, പ്രൊഡക്റ്റ് വേറെ രീതിയിൽ അങ്ങ് പോകും, നമ്മുടെ പരസ്യം വേറെ രീതിയിലേക്കും പറയാം, പ്രൊഡക്റ്റായിട്ട് യാതൊരു ബന്ധവും പരസ്യങ്ങൾക്ക് ഉണ്ടാവില്ല. അപ്പൊ അത്തരത്തിലുള്ള പരസ്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നമ്മളൊന്ന് നിയന്ത്രിക്കുക, അല്ലെങ്കിൽ അതിന്റെ വിശ്വാസം ഉറപ്പാക്കുക എന്നുള്ളതും ഇവിടെ ഇമ്പോർട്ടന്റ് ആണ്. ടു എൻഷുർ റെപ്രസെന്റേഷൻ ടു കൺസ്യൂമർ ഇൻ പൊളിറ്റിക്കൽ ഫോംസ് അല്ലേ, രാഷ്ട്രീയ വേദികളിൽ ഉപഭോക്താക്കളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കുക. ഇതാണ് ഇതിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഇത് മക്കൾ പഠിച്ചു വെക്കുക, ഉറപ്പായിട്ടും എക്സാമിന് വരും. ഇനി നമ്മുടെ ഓണം എക്സാമിന് അല്ലേ, നമ്മുടെ ഓണം എക്സാം 2026 എക്സാമിന് വരുന്ന ഒരു പ്രധാനപ്പെട്ട അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ പറയാൻ പോകുന്നത്. വാട്ട് ആർ ദ കൺസ്യൂമർ റൈറ്റ്സ് ഗ്യാരണ്ടീഡ് ബൈ ദ ലോസ് അല്ലേ, നിയമങ്ങൾ ഉറപ്പു നൽകുന്ന ഉപഭോക്താവിന്റെ അവകാശങ്ങൾ എത്രയാണ്? ഒരു 4 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മക്കളെ, ഉറപ്പായിട്ടും പഠിച്ചു വെച്ചോ. 4 മാർക്കിന് വരെ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. എന്തൊക്കെയാണ് നമ്മുടെ അവകാശങ്ങളിലെ, നമ്മളൊരു സാധനം വാങ്ങാൻ പോകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന അവകാശങ്ങൾ എന്തൊക്കെയാണ്, നമ്മളൊരു ഉപഭോക്താവാകുമ്പോൾ കൺസ്യൂമർ ആയിരിക്കുമ്പോൾ നമ്മുടെ അവകാശങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയുള്ള ചോദ്യമാണ്. എന്തൊക്കെയാ അത്? ഇത് നിങ്ങൾ ഓരോന്നായിട്ട് പഠിച്ചു വെക്കുക. റൈറ്റ് ടു സേഫ്റ്റി, സുരക്ഷയ്ക്കുള്ള അവകാശമുണ്ട് അല്ലേ, സുരക്ഷയ്ക്കുള്ള അവകാശമുണ്ട്. അതുപോലെ തന്നെ എന്തുണ്ട്, റൈറ്റ് ടു ചൂസ്, തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട് അല്ലേ. പിന്നെ റൈറ്റ് ടു നോ ഉണ്ട്, അറിയാനുള്ള അവകാശം നമുക്കുണ്ട്. പിന്നെ എന്താ, റൈറ്റ് ടു സീക്ക് റീഡ്രസ് അല്ലേ, നമുക്ക് നഷ്ടപരിഹാരം തേടാനുള്ള അവകാശമുണ്ട് അല്ലേ, എന്തെങ്കിലും പറ്റിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ നഷ്ടപരിഹാരം തേടാനുള്ള അവകാശം നമുക്കുണ്ട്. റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ അല്ലേ, ഉപഭോക്തൃ വിദ്യാഭ്യാസം നേടാനുള്ള അവകാശം നമുക്കുണ്ട്. ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം മക്കളെ. ഈ ഒരു 5 പോയിന്റുകൾ മക്കൾ അടിപൊളിയായിട്ട് പഠിച്ചു വെച്ചാൽ ഇതിന്റെ ആൻസർ അടിപൊളിയായിട്ട് എഴുതാൻ പറ്റും. ഇത് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ഭാഗമാണ്. നേരെ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഞാൻ സമയം ഒന്നും കളയുന്നില്ല, നേരെ നമ്മൾ പോവുകയാണ്. എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷനിങ് ഓഫ് കൺസ്യൂമർ കോർട്സ് ഇൻ ഇന്ത്യ. ഉറപ്പായിട്ടും ചോദിച്ചിരിക്കും മക്കളെ. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് 4 മാർക്കിന് തന്നെ ചോദിക്കാവുന്ന ഒരു ചോദ്യമായിരിക്കും. അതുകൊണ്ട് ഇതെന്തായാലും പഠിച്ചു വെക്കുക. 100% ആയിട്ട് വരാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്, ഉറപ്പായിട്ടും വരാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ് മക്കളെ. അതുകൊണ്ട് ഉറപ്പായിട്ട് പഠിച്ചു വെക്കുക. ഇത് നിങ്ങൾ ഒഴിവാക്കി വിടരുത്. ഇത് പഠിച്ചിട്ടേ നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോകാവൂ കേട്ടോ. ഉപഭോക്തൃ കോടതികളെ കുറിച്ച് ഉറപ്പായിട്ടും പഠിച്ചു വെക്കുക. ഉപഭോക്തൃ കോടതികൾ എന്ന് പറയുമ്പോൾ മക്കൾക്ക് അറിയാലോ 3 ഘട്ടങ്ങളിലായിട്ട്, അല്ലെങ്കിൽ 3 അതിന്റെ ഒരു ഘടന എന്ന് പറയുന്നത് എങ്ങനെയാണ്, 3 ടയറിലാണ് അല്ലേ, ഒരു 3 ഘടനയായിട്ടാണുള്ളത്, 3 തട്ടിലാണുള്ളത്. അതിൽ ഏറ്റവും അടിയിലുള്ളതാണ് ഡിസ്ട്രിക്ട് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റീഡേഴ്സൽ കമ്മീഷൻ എന്ന് പറയുന്നത് അല്ലേ, അതായത് ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ എന്ന് പറയുന്നത്. അതിൽ 1 കോടി രൂപ വരെ, അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. ഇത് ചിലപ്പോൾ ഇങ്ങനെ തന്നെ ഒരു ടേബിൾ തന്നിട്ടേ അതിൽ ബ്ലാങ്ക് ആക്കി തന്നിട്ടുണ്ടാവും. എന്നിട്ട് എന്ത് ചെയ്യും, നിങ്ങളോട് അതിൽ ആ ബ്ലാങ്ക് ആക്കിയ സ്ഥലം നിങ്ങളോട് പൂരിപ്പിക്കാനായിരിക്കും പറയുക, ഫില്ല് ചെയ്യാനായിരിക്കും പറയുക. ആ രീതിയിലടക്കം ചോദിക്കാം. അപ്പോൾ എന്ത് ചെയ്യുക, ഇത് കറക്റ്റായിട്ടും പഠിച്ചു നോക്കുക. അതിൽ പഠിക്കേണ്ട സാധനം ഇതാണ്, എത്ര രൂപ വരെയാണ് നഷ്ടപരിഹാരം എന്നുള്ളതാണ് പഠിക്കേണ്ടത് അല്ലേ. അപ്പോൾ ആദ്യം ഡിസ്ട്രിക്ട് ലെവലിൽ നോക്കുകയാണെങ്കിൽ, ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ നോക്കുകയാണെങ്കിൽ 1 കോടി രൂപ വരെയുള്ള നഷ്ടപരിഹാരമാണ് അവിടെ കിട്ടുക അല്ലേ. ഇനി അതല്ല, നമ്മൾ ഒരു കോടിയുടെ മുകളിൽ അല്ലേ, 1 കോടിയുടെ മുകളിൽ അല്ലെങ്കിൽ 10 കോടി വരെയുള്ള, 1 കോടി രൂപയുടെ മുകളിൽ 10 കോടി രൂപ വരെയുള്ള ഒരു നഷ്ടപരിഹാരമാണ് നമുക്ക് കിട്ടേണ്ടതെങ്കിൽ നമ്മൾ എങ്ങോട്ടേക്ക് പോകേണ്ടി വരും, നമ്മളിതാ സ്റ്റേറ്റ് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റീഡേഴ്സൽ കമ്മീഷനിലേക്ക് പോകേണ്ടി വരും. സംസ്ഥാന ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷനിലേക്കായിരിക്കും നമ്മൾ പോകേണ്ടി വരിക. ഇനി അതല്ലടാ, നമുക്കിനി 10 കോടിയുടെ മുകളിലാണ് നമുക്ക് നഷ്ടപരിഹാരം കിട്ടണമെങ്കിൽ നമ്മൾ എങ്ങോട്ട് പോകേണ്ടി വരും, നാഷണൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റീഡേഴ്സൽ കമ്മീഷനിലേക്ക് നമ്മൾ പോകേണ്ടി വരും അല്ലേ, ദേശീയ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷനിലേക്ക് പോകേണ്ടി വരും. ഇനി ഇതിന്റെ ഒക്കെ അപ്പെക്സ് ആയിട്ടുള്ള ഏറ്റവും മുകളിലുള്ള ഒരു നിയന്ത്രിക്കുന്ന ഒരു കോർട്ടായിട്ട് ആരുണ്ട്, നമ്മുടെ സുപ്രീം കോടതി ഉണ്ട്, നമ്മുടെ സുപ്രീം കോർട്ടും ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി. ഇത് മക്കളെ പഠിച്ചു വെച്ചോ, ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ചാപ്റ്റർ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയുള്ള കാര്യമാണ്. അതിന്റെ കൂടെ തന്നെ മക്കൾ പഠിക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ, ഇവിടെ ഉപഭോക്തൃ കോടതികൾക്ക് പുറമെ ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ഒരു ത്രിതല ഉപദേശക സമിതിയും കൂടെ ഉണ്ട് അല്ലേ, അതായത് ഒരു അഡ്വൈസറി കമ്മിറ്റിയും കൂടെ ഉണ്ട്. അതും എന്ത് തന്നെയാണ്, 3 ടയർ അഡ്വൈസറി കമ്മിറ്റി തന്നെയാണ് അല്ലേ. ഒരു 3 തല ത്രിതല തലത്തിൽ കാണുന്ന, അല്ലെങ്കിൽ 3 തലത്തിൽ കാണുന്ന ഒരു അഡ്വൈസറി കമ്മിറ്റിയാണ്, ഒരു ഉപദേശക സമിതിയാണ്. അതിന്റെ പേരും കൂടെ മക്കളൊന്ന് പഠിച്ചു വെച്ചാൽ, ആ പേര് മാത്രം പഠിച്ചാൽ മതി അല്ലേ. നോക്കിക്കോ, ഡിസ്ട്രിക്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ എന്നാ പേര് അല്ലേ. എന്താണ്, പ്രൊട്ടക്ഷൻ കൗൺസിൽ എന്നാണ് അല്ലേ, സംരക്ഷണ കൗൺസിൽ എന്ന്
മാത്രം മാറ്റിയാൽ മതി. ജില്ലാ ഉപഭോക്തൃ സംരക്ഷണ കൗൺസിൽ. അടുത്ത എന്താ? സ്റ്റേറ്റ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ, സംസ്ഥാന ഉപഭോക്തൃ സംരക്ഷണ കൗൺസിൽ. ലാസ്റ്റ് ഒറ്റൊരു പോയിന്റോട് പഠിച്ചാൽ മതി. എന്താ? നാഷണൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ, ദേശീയ ഉപഭോക്തൃ സംരക്ഷണ കൗൺസിൽ. ഇത്രയും കാര്യം എന്ത് ചെയ്യുക അവിടെ മക്കള് പഠിച്ചു വെക്കാം. അടുത്തത് മക്കളെ, ഇത് എന്തായാലും വരുന്ന ചോദ്യം. ഞാൻ പറഞ്ഞു, ഞാൻ ആകെ 5 ക്വസ്റ്റ്യൻ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. ആ 5 ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഞാൻ പറയുന്നു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഉപഭോക്തൃ വിദ്യാഭ്യാസം. ഇത് ചോദിച്ചിരിക്കും. കഴിഞ്ഞ വർഷത്തെ എക്സാമിനൊക്കെ കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ് ഈ ഉപഭോക്തൃ വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ളത്. ഇത് ഉറപ്പായിട്ടും മക്കൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഉപഭോക്തൃ വിദ്യാഭ്യാസ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ എന്തൊക്കെ എഴുതും? ടു പ്രൊട്ടക്ട് കൺസ്യൂമർ റൈറ്റ് അല്ലേ, ഉപഭോക്തൃ അവകാശങ്ങൾ സംരക്ഷിക്കുക. ടു മേക്ക് കൺസ്യൂമർ അവെയർ ദ റെസ്പോൺസിബിലിറ്റി, ഉപഭോക്താക്കളുടെ അവരുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് ബോധവാന്മാരാക്കുക. ടു എൻഷുർ സേഫ്റ്റി ഇൻ ട്രേഡ്, എസ്പെഷ്യലി ഓൺലൈൻ ട്രേഡ് അല്ലേ, വ്യാപാരത്തിൽ പ്രത്യേകിച്ച് ഓൺലൈൻ വ്യാപാരത്തിൽ എന്ത് ചെയ്യുക? സുരക്ഷ ഉറപ്പുവരുത്തുക. ടു ഐഡന്റിഫൈ എത്തിക്സ് ആൻഡ് റെഗുലേഷൻ ഇൻ ദ മാർക്കറ്റ്, വിപണിയിലെ ധാർമ്മികതയും ചട്ടങ്ങളും എന്ത് ചെയ്യുക? തിരിച്ചറിയുക. ടു ക്രിയേറ്റ് അവയർനെസ് അബൌട്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ലോ അല്ലേ, ഉപഭോക്തൃ സംരക്ഷണ നിയമത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുക. ടു എൻഷുർ ഹെൽത്ത് സേഫ്റ്റി, ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുക. ടു പ്രൊമോട്ട് കൺസ്യൂമർ ജസ്റ്റിസ്, ഉപഭോക്തൃ നീതി പ്രോത്സാഹിപ്പിക്കുക. ഇത് മക്കൾ പഠിച്ചിരിക്കണം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യമാണ്. ഇനിയുള്ളതാണ് വാട്ട് ആർ ദ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ലോ, ഉപഭോക്തൃ സംരക്ഷണ നിയമങ്ങൾ ഏതൊക്കെയാണ്? 3 നിയമങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്ന് ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986 അല്ലേ, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986. രണ്ടാമത്തത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 ആണ്. അതായത് ഈ 1986 നിയമത്തിനെ എന്താ പറയുക റീപ്ലേസ് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള ഒരു നിയമമാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 എന്ന് പറയുന്നത് കേട്ടോ. അതും കൂടി എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. ലാസ്റ്റ് ഒരു നിയമം കൂടി നമ്മൾ പഠിക്കുന്നത് എന്താ? ദ ഫുഡ് സേഫ്റ്റി ആക്ട്, ഭക്ഷ്യ സുരക്ഷാ നിയമമാണ്. അതും കൂടി പഠിച്ച് അവിടെ എന്ത് ചെയ്തു? നമ്മൾ ലോകളെ കുറിച്ച് പഠിക്കുന്ന ഭാഗം നമ്മൾ അവിടെ കഴിഞ്ഞു. പിന്നെ ഈ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. കാരണം നമ്മൾ ഇതുവരെ എല്ലാ എക്സാമിനും മക്കളെ ഈ ഒരു സാധനം ചോദിച്ചിട്ടുണ്ട്. എന്താ സംഭവം എന്നറിയോ? ഫ്രോഡുകളെ കുറിച്ച് അല്ലേ, പറ്റിക്കപ്പെടുന്നതിനെ കുറിച്ച് ഒരു ചോദ്യം ഉറപ്പായിട്ടും മക്കളെ ഉണ്ടായിരിക്കും. അതായത് ഞാനിവിടെ വേണമെങ്കിൽ എഴുതി വെക്കാം. കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള എല്ലാ എക്സാമിനും അത് കണ്ടിട്ടുണ്ട്. അതായത് ഓണം എക്സാം 2026 നിങ്ങൾ കാണാൻ പോകുന്ന ഒരു എക്സാം ഒരു ചോദ്യം എന്തായിരിക്കും? ഫ്രോഡുകളെ കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ പറ്റിക്കപ്പെടലുകളെ കുറിച്ചായിരിക്കും. അത് 2 തരത്തിൽ ചോദിക്കാം. അതിൽ ഒരു ടൈപ്പ് ഞാൻ പറഞ്ഞുതരാം. ഒന്നിതാ, ശ്യാം എന്ത് ചെയ്യാണ്? വിദേശത്തേക്ക് പോയിരിക്കുകയാണ്. അങ്ങനെ അവിടെ എത്തിയ ശ്യാമിന് ജോലി വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവിടെ എത്തിയ ശ്യാമിന് എന്തില്ല? അവിടെ എത്തിക്കഴിഞ്ഞാൽ മനസ്സിലായത് അവിടെ ജോലി ഇല്ല അല്ലേ, അയാൾ പറ്റിക്കപ്പെട്ടു എന്ന് മനസ്സിലായി. ഓൾറെഡി പൈസയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് പരിഹാരമാണ് നമുക്ക് നിർദ്ദേശിക്കാൻ പറ്റുക എന്നുള്ള ചോദ്യം. ഇവിടെ നമ്മൾ എഴുതേണ്ട എന്താ? വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് നടത്തുന്ന തട്ടിപ്പുകളെ കുറിച്ചാണ് നമ്മൾ എഴുതേണ്ടത് അല്ലേ. അതാണ് നമ്മൾ അവിടെ എഴുതേണ്ടത്. അതിന് നമുക്ക് എഴുതാൻ പറ്റിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ പ്രവാസി സംരക്ഷണ ഓഫീസിൽ നമുക്ക് പരാതി കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വിദേശത്താണ് നമ്മൾ പറ്റിക്കപ്പെട്ടതെങ്കിൽ അവിടെ എംബസിയിലോ ഹൈക്കമ്മീഷനിലോ നമുക്ക് എന്ത് ചെയ്യാം? പരാതി കൊടുക്കാം. ഇതാണ് ഇവിടുത്തെ ആൻസർ. പക്ഷെ ഇതല്ലാതെ നമ്മൾ ഓരോന്നും പഠിക്കുന്നുണ്ട്. ബാങ്ക് പഠിക്കുന്നുണ്ട്, വിദ്യാഭ്യാസം പഠിക്കുന്നുണ്ട് അല്ലേ, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ നിന്ന് എവിടുന്ന് വേണമെങ്കിലും എന്ത് ചെയ്യാം? ഇതുപോലത്തെ ഒരു കഥ തന്നിട്ട് മക്കളോട് ചോദ്യം ചോദിക്കാം. ഇത് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് മക്കളെ. അതുകൊണ്ട് മക്കൾ ഷുവർ ആയിട്ട് എന്ത് ചെയ്യണം? ഇത് പഠിച്ചു വെക്കണം, ഉറപ്പായിട്ടും പഠിച്ചു വെക്കണം. ഞാൻ റിപ്പീറ്റ് ആയിട്ട് പറയാണ്, ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും. ആ ഫ്രോഡിലുള്ള അല്ലെ, ആ പറ്റിക്കപ്പെടലുകൾ എങ്ങനെയാണ്, അതിൽ നിന്ന് എങ്ങനെയാണ് സംരക്ഷണം കിട്ടുക എന്നുള്ളത് മക്കൾ ഓരോന്നായിട്ടും കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അതിന്റെ കൂടെ മറ്റൊരു തരത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കും ഹൗ ക്യാൻ കംപ്ലൈന്റ് അല്ലെ, അല്ലെങ്കിൽ ഹൗ ടു ഫയൽ എ കംപ്ലൈന്റ് എന്നുള്ള രീതിയിൽ ചോദിക്കും അല്ലേ. പരാതികൾ എങ്ങനെ ഫയൽ ചെയ്യാം എന്നുള്ളതൊരു ചോദ്യം ചോദിക്കും. അതിന് കഴിഞ്ഞ വട്ടം വന്നൊരു ചോദ്യമായിരുന്നു, രാമുവിന്റെ അച്ഛൻ എന്ത് ചെയ്തു? ഒരു സൈക്കിൾ വാങ്ങി. സൈക്കിൾ വന്ന് വീട്ടിൽ കൊണ്ടുപോകുന്ന സമയത്ത് സൈക്കിൾ എന്തില്ല? അതിന് കേടുപാട് സംഭവിച്ചിട്ടുണ്ട് അല്ലേ, അത് ഓടിക്കാൻ കഴിയുന്നില്ല. തിരിച്ചു കൊണ്ടു കൊടുത്താൽ അവർ പറഞ്ഞു ഇല്ല, ഇത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ രാമുവിന്റെ അച്ഛൻ എന്ത് നിർദ്ദേശമാണ് കൊടുക്കാനുള്ളത് ചോദിക്കും. അപ്പൊ അവിടെ എന്താ നമ്മൾ പറയേണ്ടത്? എങ്ങനെ പരാതി ഫയൽ ചെയ്യാന്നുള്ളതാ. അത് എന്താ ചെയ്യേണ്ടത്? വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമാണ്. ഒരു വെള്ള കടലാസ് എടുക്കുക, പരാതി എഴുതുക, അതിന്റെ കൂടെ ഡോക്യുമെന്റ്സ് അറ്റാച്ച് ചെയ്യുക, നേരെ കൺസ്യൂമർ കോർട്ടിന് പോയിട്ട് കൊണ്ടുപോയി നമ്മൾ അപ്ലൈ ചെയ്യുക അല്ലേ, ആ പരാതി കൊടുക്കുക, ഫയൽ ചെയ്യുക. എത്രയേ ചെയ്യേണ്ട കാര്യമുള്ളൂ. ആ ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാ? ആ ബില്ല് അതിൽ വരുന്നുണ്ട് അല്ലേ, ബില്ലുകൾ അതിൽ വരുന്നുണ്ട്. ഇനി പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സ് അതിൽ വരുന്നുണ്ട്, അതൊക്കെ അതിൽ വരുന്നുണ്ട്. അത് മാത്രമേ അവിടെ നമ്മൾ പറയേണ്ട കാര്യമുള്ളൂ. അത് നിങ്ങൾ എന്ത് ചെയ്യണം? കറക്റ്റായിട്ടും പഠിച്ചിരിക്കണം. അപ്പോൾ മറന്നുകൊണ്ട, ഇന്ന് കൃത്യം 7:30 നമ്മൾ പ്രഡിഷൻ ആരംഭിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ പഠിച്ച ക്വസ്റ്റ്യൻസിന്റെ ഏറ്റവും ഡീറ്റെയിൽ ആയിട്ടുള്ള വേർഷൻ എല്ലാം നിങ്ങൾക്ക് എവിടെ തരും? നിങ്ങൾക്ക് പ്രഡിഷൻ ലൈവിൽ തരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ മക്കൾ ഉറപ്പായിട്ട് എന്ത് ചെയ്യുക? പ്രഡിഷനിലേക്ക് വരിക. നിങ്ങൾ മാത്രമല്ല, നിങ്ങൾ കൂട്ടുകാരെയും കൂട്ടിയിട്ട് നമ്മുടെ പ്രഡിഷനിലേക്ക് വരിക. നമുക്ക് അടിച്ച് പൊളിച്ച് ഒരുമിച്ച് എന്ത് ചെയ്യാം? നമുക്ക് ഇന്നത്തെ ലൈവ് അടിപൊളിയാക്കാം. മക്കൾക്ക് ഒരു ഡൗട്ടും ഇല്ലാതെ ഓരോ ക്വസ്റ്റ്യനും അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇന്ന് അടിപൊളിയായിട്ട് തന്നെ പഠിച്ചെടുക്കാം. അപ്പൊ എല്ലാവരും കൂട്ടിയിട്ട് എന്ത് ചെയ്യുക? ലൈവിലേക്ക് വരിക. അപ്പൊ നമുക്ക് ലൈവിൽ വെച്ച് കാണാം. അപ്പം എല്ലാവരോടും ഇപ്പത്തേക്ക് ഞാൻ എന്ത് പറയാണ്? ബൈ പറയാണ്. അപ്പോൾ വീണ്ടും കാണാം. വീണ്ടും കാണുമായിരിക്കും. ബൈ.